ദ ചേഞ്ച് വിച്ച് ഈസ് ആക്ച്വലി ഹാപ്പൻസ് ഇൻ എന്താണ്, എവിടെയാണ് ഈ ചേഞ്ച് ഉണ്ടാകുന്നത്? നമ്മളുടെ ബിറ്റ് ലൈനിലാണ് നമ്മളുടെ ചേഞ്ച് ഉണ്ടാകുന്നത്. അതായത് നിങ്ങൾക്ക് ബേസിക്കായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് വേർഡ് ലൈൻ, എന്താണ് ബിറ്റ് ലൈൻ. അതായത് നമ്മളുടെ വേർഡ് ലൈൻ എന്ന് പറയുന്നത് എന്താണ്, ഡീകോഡറിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരുന്നത്, അതായത് റോ ഡീകോഡറിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരുന്നതാണ്. അപ്പം ആ ഔട്ട്പുട്ട് ആയിട്ട് വരുന്നതിനെ നമ്മൾ വേർഡ് ലൈൻ എന്നും, അതുപോലെ തന്നെ നമ്മളുടെ കോളം ഡീകോഡറിൻ്റെ ഇൻപുട്ടായിട്ട് പോകുന്നതിനെ ആണ് നമ്മൾ ബിറ്റ് ലൈൻ എന്നും പറയാം. അപ്പം ഈ വേർഡ് ലൈൻ്റെയും ബിറ്റ് ലൈൻ്റെയും ഇൻ ബിറ്റ്വീൻ ആണ് നമ്മളുടെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ഞങ്ങളോട് പറഞ്ഞു. അപ്പം ഈ വേർഡ് ലൈൻ്റെയും ബിറ്റ് ലൈൻ്റെയും ഇൻ ബിറ്റ്വീൻ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഡാറ്റ സ്റ്റോറേജ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കണ്ടു. നമ്മൾ ഡി റാമിൻ്റെ കേസിൽ എങ്ങനെയാണ് നമ്മൾ ഒരു കപ്പാസിറ്ററിലാണ് നമ്മളുടെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് പറഞ്ഞു. അത് ബട്ട് ഇൻ ദ കേസ് ഓഫ് സ്റ്റാറ്റിക് റാമിൻ്റെ കേസിലാണെങ്കിൽ, എസ് റാമിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ ക്രോസ് കപ്പിൾഡ് ഇൻവേർട്ടേഴ്സിൻ്റെ കേസിലാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഈ ഒരു കേസസിലെല്ലാം നമ്മൾ കണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ റീഡ് ഓപ്പറേഷൻ്റെ കേസിൽ നമ്മൾ ആക്ച്വലി എന്താണ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ ബിറ്റ് ലൈനിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ്, അതായത് ബിറ്റ് ലൈനിലാണ് എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വേരിയേഷൻ ഡിറ്റക്ട് ചെയ്തിട്ടാണ് അത് റീഡ് 0 ആണോ റീഡ് 1 ആണോ എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക. അപ്പം ഇവിടെ നമ്മൾ ഒരു സെൻസ് ആംപ്ലിഫയർ യൂസ് ചെയ്തിട്ട് ഒരു ചെറിയ വേരിയേഷൻസ് വിച്ച് ഈസ് ആക്ച്വലി ഹാപ്പൻസ് ഇൻ ദ ബിറ്റ് ലൈൻ വിച്ച് ക്യാൻ ബി ഇൻ്റർപ്രറ്റഡ് ആസ് എന്താണ് 0 or 1, അതായത് ലോജിക് ഹൈ ആണോ ലോജിക് 1 ആണോ എന്ന് നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും. അപ്പോൾ അതാണ് ആക്ച്വലി സെൻസ് ആംപ്ലിഫയറിൻ്റെ പർപ്പസ്. ഓക്കെ, അപ്പം വിച്ച് ഈസ് ആക്ച്വലി ഇത് പാർട്ട് ഓഫ് ദ റീഡ് സർക്യൂട്ടറി ആണ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സെൻസ് ആംപ്ലിഫയറിൻ്റെ റോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബിറ്റ് ലൈനിൽ നിന്ന് ഉണ്ടാകുന്ന ലോ പവർ സിഗ്നൽ, ഓക്കെ, സെൻസ് ദ ലോ പവർ സിഗ്നൽ ഫ്രം ദ ബിറ്റ് ലൈൻ ദാറ്റ് റെപ്രസെൻറ്റ്സ് എന്താണ് ഡാറ്റ ബിറ്റ് 1 or 0 സ്റ്റോർഡ് ഇൻ ദ മെമ്മറി സെൽ. അപ്പോൾ അതായത് നമ്മൾ റീഡ് ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മൾ എന്താണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്, അത് റീഡ് 1 ആണോ റീഡ് 0 ആണോ എന്നാണ് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമ്മളുടെ ബിറ്റ് ലൈനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ ബിറ്റ് ലൈനിലേക്ക് നമ്മളുടെ സെൻസ് ആംപ്ലിഫയർ കണക്ട് ചെയ്യുമ്പോൾ ആ സെൻസ് ആംപ്ലിഫയർ എന്ത് ചെയ്യും, ആ സ്മോൾ വോൾട്ടേജ് വേരിയേഷനെ എന്ത് ചെയ്യും, ഒരു ആംപ്ലിഫൈ ചെയ്തിട്ട് ഒരു റെക്കഗ്നൈസബിൾ ആയിട്ടുള്ള ഒരു ഹൈ അല്ലെങ്കിൽ ലോ ലെവലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. റെക്കഗ്നൈസബിൾ ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതാണ് സെൻസ് ആംപ്ലിഫയറിൻ്റെ പർപ്പസ്. അതായത് സെൻസ് ആംപ്ലിഫയർ വിച്ച് ഈസ് ആക്ച്വലി കണക്റ്റഡ് ടു ദ ബിറ്റ് ലൈൻ വിച്ച് വിൽ എന്താണ്, വിച്ച് വിൽ റെക്കഗ്നൈസ് ദ സ്മോൾ വോൾട്ടേജ് ചേഞ്ച് ഇൻ ദ എന്താണ് നമ്മളുടെ ബിറ്റ് ലൈനിലുണ്ടാകുന്ന വോൾട്ടേജ് വേരിയേഷൻസിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ചെറിയ വോൾട്ടേജ് വേരിയേഷന് കറസ്പോണ്ടിങ് ആയിട്ട് ദിസ് സെൻസ് ആംപ്ലിഫയർ വിച്ച് വിൽ പ്രൊവൈഡ് സെൻസിങ്, ഫാസ്റ്റസ്റ്റ് സെൻസിങ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഒരു കാര്യം കൂടി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പം സെൻസ് ആംപ്ലിഫയർ എന്ന് പറയുന്ന സർക്യൂട്ടറി എന്താണ്, reduces the time of signal propagation from access memory cell to the logic circuitry located in the periphery of the memory cell array. അപ്പം ഇത് ബേസിക്കായിട്ട് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക, നമ്മളുടെ ബിറ്റ് ലൈനിലുണ്ടാകുന്ന വോൾട്ടേജ് വേരിയേഷനെ അല്ലെങ്കിൽ വോൾട്ടേജ് സിങ്ങിനെ ആംപ്ലിഫൈ ചെയ്ത് അത് ഏതാണെന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, നമുക്ക് സെൻസ് ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ നിങ്ങളോട് ഓൾറെഡി ഒരു കാര്യം പറഞ്ഞ കാര്യമുണ്ട്, ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇതൊന്നും നിങ്ങൾ കൂടുതൽ കൺസിഡർ ചെയ്യേണ്ട, നിങ്ങളിപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. നമ്മൾ സെൻസ് ആംപ്ലിഫയറിനെ നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, ഡിഫറൻഷ്യൽ സെൻസ് ആംപ്ലിഫയറും നോൺ ഡിഫറൻഷ്യൽ സെൻസ് ആംപ്ലിഫയേഴ്സും. ഓക്കെ, നമുക്ക് ഡിഫറൻഷ്യൽ ആൻഡ് നോൺ ഡിഫറൻഷ്യൽ സെൻസ് ആംപ്ലിഫയർ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് ബിറ്റ് ലൈൻ ആണ്. I think you can able to see. Okay, this is actually bit line. The data which is actually stores in this the capacitor which is actually placed in the bit line, and we can able to say this here we are just storing our data, and this sense amplifier which is actually placed and this sense amplifier which is actually connected to the bit line. ഓക്കെ, ബിറ്റ് ലൈനിലേക്കാണ് നമ്മൾ സെൻസ് ആംപ്ലിഫയർ കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ സെൻസ് ആംപ്ലിഫയർ എന്ത് ചെയ്യുന്നു, നമ്മളുടെ ഈ ബിറ്റ് ലൈനിലുണ്ടാകുന്ന വോൾട്ടേജ് വേരിയേഷനെ സെൻസ് ചെയ്തിട്ട് അത് ആംപ്ലിഫൈ ചെയ്ത് അത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു, ഏതാണ് 0 ആണോ 1 ആണോ എന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു.
അതാണ് ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്. ഒരു സെൻസ് ആംപ്ലിഫയർ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ സെൻസ് ആംപ്ലിഫയർ നമുക്ക് ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന 2 ടൈപ്സിലാണ്, ഡിഫറൻഷ്യൽ ആൻഡ് നോൺ ഡിഫറൻഷ്യൽ സെൻസ് ആംപ്ലിഫയേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നോൺ ഡിഫറൻഷ്യൽ സെൻസ് ആംപ്ലിഫയറിൻ്റെ ഡിഫറെൻറ്റ് മോഡ് ഓഫ് ഓപ്പറേഷൻസ് ആർ ദർ. ദാറ്റ് ഈസ് വോൾട്ടേജ് ഡിഫറൻഷ്യൽ സെൻസ് ആംപ്ലിഫയർ, കറണ്ട് ഡിഫറൻഷ്യൽ സെൻസ് ആംപ്ലിഫയർ, ചാർജ് ആംപ്ലിഫയർ ഡിഫറൻഷ്യൽ ആംപ്ലിഫയേഴ്സ്. ഇങ്ങനെ ഡിഫറെൻറ്റ് എന്താണ് ക്ലാസിഫിക്കേഷൻ ഈ ഡിഫറൻഷ്യൽ ആൻഡ് നോൺ ഡിഫറൻഷ്യൽ സെൻസ് ആംപ്ലിഫയേഴ്സിനുണ്ട്. ഓക്കെ, അത് ഓപ്പറേറ്റിംഗ് ചെയ്യുന്ന മോഡിനനുസരിച്ച് വോൾട്ടേജ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ, കറണ്ട് ഡിഫറൻഷ്യൽ, ചാർജ് സ്റ്റോറേജ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ, അങ്ങനെ ഡിഫറെൻറ്റ് ഡിഫറൻഷ്യൽ സെൻസ് ആംപ്ലിഫയേഴ്സും നോൺ ഡിഫറൻഷ്യൽ സെൻസ് ആംപ്ലിഫയേഴ്സും ഉണ്ട്. അപ്പോൾ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഓപ്പറേറ്റിംഗ് മോഡ്സ്. ഓക്കെ, ഇറ്റ് ഈസ് ഐദർ വോൾട്ടേജ് ഓർ കറണ്ട്. അപ്പം ഈ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്, ഓക്കെ, ഇവിടെ ഡിഫറൻഷ്യൽ സെൻസ് ആംപ്ലിഫയറിനെ നമുക്ക് എന്താണ് നമ്മൾ ഒരു ഡിഫറൻഷ്യൽ സെൻസ് ആംപ്ലിഫയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആക്ച്വലി നിങ്ങൾക്കറിയാം ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്താണെന്നതിനെ കുറിച്ച് അറിയാം. ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ വർക്കിംഗ് എന്താണോ അതുപോലെ തന്നെയാണ് നമ്മളുടെ ഡിഫറൻഷ്യൽ സെൻസ് ആംപ്ലിഫയർ വർക്ക് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്താണ്? ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ വിച്ച് വിൽ ആംപ്ലിഫൈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു ഇൻപുട്ട് സിഗ്നൽ എന്ന് നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ? അതായത് നിങ്ങൾ നിങ്ങളുടെ ലീനിയർ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സിൽ അല്ലെങ്കിൽ ഓപ്പാമ്പിലൊക്കെ നമ്മൾ ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? ഡിഫറൻഷ്യൽ ആംപ്ലിഫയേഴ്സ് ആണ്. ഓക്കെ, ആ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്താണ് ചെയ്യുന്നത്? ദാറ്റ് വിൽ ആംപ്ലിഫൈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഇൻപുട്ട് സിഗ്നൽ. അതായത് നമ്മൾ അതിനകത്തുള്ള നോയ്സിനെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് അതിനകത്തുള്ള സിഗ്നലിനെ മാത്രം ആംപ്ലിഫൈ ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് നമ്മളുടെ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിനുള്ളത്. അതേ ഒരു കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഈ ഡിഫറൻഷ്യൽ സെൻസ് ആംപ്ലിഫയർ, അതായത് ഡിഫറൻഷ്യൽ സെൻസ് ആംപ്ലിഫയർ എന്ന് മാത്രമേ ഉള്ളൂ, ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം ദിസ് ഡിഫറൻഷ്യൽ സെൻസ് ആംപ്ലിഫയർ വിച്ച് ക്യാൻ ഡിസ്റ്റിങ്ക്വിഷ് എ സ്മോൾ സിഗ്നൽ ഫ്രം നോയ്സ്. ഓക്കെ, നോയ്സിൽ നിന്നും സ്മോൾ സിഗ്നലിനെ എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റും. ആൻഡ് then its non-differential counterpart and signal detection can be start sooner than non-differential sense amplifier. അപ്പം ഈ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നോൺ ഡിഫറൻഷ്യൽ സെൻസ് ആംപ്ലിഫയറിനേക്കാൾ കൂടുതൽ സിഗ്നൽ ഡിറ്റക്ഷൻ വിച്ച് ഈസ് ആക്ച്വലി ഹാപ്പൻസ് ഇൻ ഡിഫറൻഷ്യൽ സെൻസ് ആംപ്ലിഫയർ. അപ്പോൾ നമുക്ക് 2 ടൈപ്പ് ഓഫ് സെൻസ് ആംപ്ലിഫയേഴ്സ് ഉണ്ട്, ഡിഫറൻഷ്യൽ ആൻഡ് നോൺ ഡിഫറൻഷ്യൽ. അപ്പം ഡിഫറൻഷ്യൽ സെൻസ് ആംപ്ലിഫയർ ആണ് മോർ അഡ്വാൻറ്റേജ് കമ്പയർഡ് ടു നോൺ ഡിഫറൻഷ്യൽ സെൻസ് ആംപ്ലിഫയർ. ഇപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു ഡിഫറൻഷ്യൽ സെൻസ് ആംപ്ലിഫയറിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മൾ ആദ്യം കാണുന്നത്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഡിഫറൻഷ്യൽ സെൻസ് ആംപ്ലിഫയേഴ്സ് ഉണ്ട്, ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് ഓപ്പറേറ്റിംഗ് മോഡ്സ്. ദാറ്റ് ഈസ് വോൾട്ടേജ് സെൻസ് ആംപ്ലിഫയേഴ്സ്, കറണ്ട് സെൻസ് ആംപ്ലിഫയർ, ചാർജ് ട്രാൻസ്ഫർ സെൻസ് ആംപ്ലിഫയേഴ്സ്. ഓക്കെ, ദീസ് ആർ ദ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിഫറൻഷ്യൽ സെൻസ് ആംപ്ലിഫയേഴ്സ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഡിപ്പെൻഡ്സ് ഓൺ ദ ഓപ്പറേറ്റിംഗ് മോഡ്സ്. അപ്പം ഇത് വോൾട്ടേജിനെയാണ് എന്ത് ചെയ്യുന്നത്? ആംപ്ലിഫൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് 2 ഇൻപുട്ട് വോൾട്ടേജ് ആണെങ്കിൽ നമുക്കതിനെ എന്ത് പറയാൻ പറ്റും? വോൾട്ടേജ് സെൻസ് ആംപ്ലിഫയർ. അതായത് വോൾട്ടേജിനെയാണ് ആംപ്ലിഫൈ ചെയ്യുന്നത്. കറണ്ട് സെൻസ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ടിനെ ഡിറ്റക്ട് ചെയ്തിട്ട് അതിനെ ആംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ നടത്തിയിരിക്കുന്നത്. അപ്പം ബേസിക് ആയിട്ടുള്ള വോൾട്ടേജ് സെൻസ് ആംപ്ലിഫയർ എന്താണെന്ന് നമുക്ക് ആദ്യം കാണാം. അപ്പം ഈ വോൾട്ടേജ് സെൻസ് ആംപ്ലിഫയർ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുള്ള നമ്മളുടെ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ വർക്കിംഗ് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് നമ്മളുടെ ഒരു വോൾട്ടേജ് സെൻസ് ആംപ്ലിഫയറിൻ്റെയും വർക്കിംഗ് ആയിട്ട് പറയാൻ പറ്റുക. ഒരു ഡിഫറൻഷ്യൽ വോൾട്ടേജ് സെൻസ് ആംപ്ലിഫയറിൻ്റെ വർക്കിംഗ്. അപ്പം ഡിഫറൻഷ്യൽ ഇൻപുട്ട് സിഗ്നൽസ് ഉണ്ടാവും. അപ്പം നമ്മൾ ആക്ച്വലി നിങ്ങൾക്ക് ഇതിൻ്റെ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഒരു റീഡ് ഓപ്പറേഷൻ്റെ കേസിൽ നമ്മൾ എങ്ങനെയാണ്. അപ്പം ഒരു സെല്ല് റീഡ് ചെയ്യുന്ന സമയത്ത് ഒരു വോൾട്ടേജ് വേരിയേഷൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് സ്വിംഗ് വിച്ച് ഈസ് ആക്ച്വലി അപ്പേഴ്സ് ഓൺ ദ ബിറ്റ് ലൈൻ. അപ്പം ഈ വോൾട്ടേജ് സ്വിങ്ങിനെ ഫർദറായിട്ട് ആംപ്ലിഫൈ ചെയ്യുന്നത് ഒരു ഡിഫറൻഷ്യൽ കപ്പിൾ യൂസ് ചെയ്തിട്ടാണ്. അപ്പം അതിനെ എന്നിട്ട് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ഒരു ഡിജിറ്റൽ ലോജിക്കായിട്ട്, അതായത് അതിനെ 0 or 1 ആയിട്ട് ഡിറ്റക്ട് ചെയ്യാൻ നമുക്ക് സഹായിക്കുന്നതാണ് നമ്മളുടെ വോൾട്ടേജ് സെൻസ് ആംപ്ലിഫയർ. അപ്പോൾ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കേണ്ടുള്ളൂ. ഒരു വോൾട്ടേജ് സെൻസ് ആംപ്ലിഫയർ വിച്ച് വിൽ സെൻസ് വോൾട്ടേജ് വേരിയേഷൻസ് ഓർ വോൾട്ടേജ് സ്വിംഗ് വിച്ച് ഈസ് ആക്ച്വലി അപ്പേഴ്സ് ഓൺ ദ ബിറ്റ് ലൈൻ ആൻഡ് ദിസ് ഈസ് ആക്ച്വലി ഫർദർ ആംപ്ലിഫൈഡ് ടു പ്രൊഡ്യൂസ് ഒരു കറസ്പോണ്ടിങ് ഒരു ഹൈ വോൾട്ടേജ് ഡിജിറ്റൽ ലോജിക്കിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കേണ്ടുള്ളൂ. ഒരു വോൾട്ടേജ് സെൻസ് ആംപ്ലിഫയർ എന്തിനെയാണ് ആംപ്ലിഫൈ ചെയ്യുന്നത്?
ഒരു ബിറ്റ് ലൈനിലുണ്ടാകുന്ന വോൾട്ടേജ് സ്വിങ്ങിനെ അല്ലെങ്കിൽ വോൾട്ടേജ് വേരിയേഷനെയാണ് ആംപ്ലിഫൈ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വോൾട്ടേജ് സെൻസ് ആംപ്ലിഫയറിനെ നമുക്ക് വീണ്ടും ഡിഫറെൻറ്റ് വോൾട്ടേജ് സെൻസ് ആംപ്ലിഫയേഴ്സിനെ വീണ്ടും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഞാനിപ്പോൾ ഇതിനകത്ത് വോൾട്ടേജ് സെൻസ് ആംപ്ലിഫയർ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഈ വോൾട്ടേജ് സെൻസ് ആംപ്ലിഫയറിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വോൾട്ടേജ് സെൻസ് ആംപ്ലിഫയേഴ്സ് ആർ ദർ. ദാറ്റ് ഈസ് ബേസിക് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ വോൾട്ടേജ് സെൻസ് ആംപ്ലിഫയർ, പിന്നെ പോസിറ്റീവ് ഫീഡ്ബാക്ക് ഡിഫറൻഷ്യൽ വോൾട്ടേജ് സെൻസ് ആംപ്ലിഫയർ, ലാച്ച് ടൈപ്പ് വോൾട്ടേജ് സെൻസ് ആംപ്ലിഫയർ. അപ്പം ഈ 3 ഡിഫറൻഷ്യൽ ആംപ്ലിഫയേഴ്സുമാണ് വോൾട്ടേജ് സെൻസ് ആംപ്ലിഫയേഴ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എന്തൊക്കെയാണ്? ബേസിക് ഡിഫറൻഷ്യൽ വോൾട്ടേജ് സെൻസ് ആംപ്ലിഫയർ. അത് പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഒരു ബേസിക് ആയിട്ട് നമ്മൾ വോൾട്ടേജിനെ ആംപ്ലിഫൈ ചെയ്യുന്ന ആംപ്ലിഫയേഴ്സ് ആണ്. അത് ബേസിക് ഡിഫറൻഷ്യൽ വോൾട്ടേജ് സെൻസ് ആംപ്ലിഫയർ. പിന്നെ എന്താണ്? പോസിറ്റീവ് ഫീഡ്ബാക്ക് ഡിഫറൻഷ്യൽ വോൾട്ടേജ് സെൻസ് ആംപ്ലിഫയർ. ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് വോൾട്ടേജ് സെൻസ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി അതൊരു ഫീഡ്ബാക്ക് കിട്ടിയിട്ട് ആ ഫീഡ്ബാക്കിനെ ആണ് ആംപ്ലിഫൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓപ്പറേഷൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ലാച്ച് ടൈപ്പ് വോൾട്ടേജ് സെൻസ് ആംപ്ലിഫയർ. ഇപ്പോൾ ഇത് നമ്മൾ എയും ബിയും നമ്മളിപ്പോൾ ഇവിടെ കാണുന്നുണ്ട്. ഒരു ബേസിക് ഡിഫറൻഷ്യൽ വോൾട്ടേജ് സെൻസ് ആംപ്ലിഫയറും പോസിറ്റീവ് ഫീഡ്ബാക്ക് ഡിഫറൻഷ്യൽ വോൾട്ടേജ് സെൻസ് ആംപ്ലിഫയറും നമ്മൾ ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ബേസിക് ഡിഫറൻഷ്യൽ വോൾട്ടേജ് സെൻസ് ആംപ്ലിഫയേഴ്സിനെ കുറിച്ചാണ്. ഓക്കെ, ഒരു ബേസിക് വോൾട്ടേജ് ഡിഫറൻഷ്യൽ വോൾട്ടേജ് സെൻസ് ആംപ്ലിഫയർ. ഇപ്പോൾ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്ത് അതിൻ്റെ ഫ്ലോ നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ എവിടെ നിന്നാണ് ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിനെ 2 അല്ല 3 നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വോൾട്ടേജ്, കറണ്ട്, ചാർജ് ട്രാൻസ്ഫർ വോൾട്ടേജ് സെൻസ് ഡിഫറൻഷ്യൽ സെൻസ് ആംപ്ലിഫയേഴ്സ്. അതിനകത്ത് വോൾട്ടേജ് സെൻസ് ആംപ്ലിഫയേഴ്സ് അതിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തു. എന്താണ്? ബേസിക് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ വോൾട്ടേജ് സെൻസ് ആംപ്ലിഫയർ, പിന്നെ പോസിറ്റീവ് ഫീഡ്ബാക്ക്, അതുപോലെ തന്നെ ലാച്ച് ടൈപ്പ്. അപ്പം ഇതിനകത്ത് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ഒരു ബേസിക് ഡിഫറൻഷ്യൽ വോൾട്ടേജ് സെൻസ് ആംപ്ലിഫയേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു ബേസിക് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എങ്ങനെയാണോ അതുപോലെ തന്നെ നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ടാവും ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ കേസിൽ നമ്മൾ ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തിട്ടാണ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ അവിടെ വർക്ക് ചെയ്തത് എങ്കിൽ, ഒരു ബേസിക് ഡിഫറൻഷ്യൽ വോൾട്ടേജ് സെൻസ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു മോസ് യൂസ് ചെയ്തിട്ടാണ്, നമ്മൾ മോസ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ എന്താക്കിയിരിക്കുന്നത്, ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഓപ്പറേഷനിലേക്ക് പോവാം. നമുക്ക് ഡിഫറൻഷ്യൽ ആംപ്ലിഫയേഴ്സ് ഒരു സ്മോൾ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളുടെ ഒരു നോർമൽ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇതിൻ്റെയും സർക്യൂട്ട് അറേഞ്ച്മെൻറ്റ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ 2 NMOS ട്രാൻസിസ്റ്റർ, ആ NMOS ട്രാൻസിസ്റ്ററിൻ്റെ ഡ്രെയിൻ തമ്മിൽ സോഴ്സസ് നമ്മൾ കണക്ട് ചെയ്തിട്ട് RS എന്ന് പറയുന്ന ഒരു റെസിസ്റ്റേഴ്സ് ഉണ്ട്. നമ്മളുടെ ഗേറ്റിലാണ് നമ്മൾ 2 NMOS ട്രാൻസിസ്റ്ററിൻ്റെയും ഗേറ്റിലാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. അതിനെ Vin പ്ലസ് ആൻഡ് Vin മൈനസ് എന്ന് പറഞ്ഞ 2 ഇൻപുട്ടാണ്. അതുപോലെ തന്നെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ വി ഔട്ട് മൈനസ് എന്ന് പറയുന്ന 2 ഔട്ട്പുട്ട്, പിന്നെ ലോഡ് റെസിസ്റ്റർ RL, പിന്നെ VDD. ഓക്കെ, ദിസ് ഈസ് ആക്ച്വലി ദ കണക്ഷൻ. അപ്പോൾ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് നമ്മളുടെ ബിറ്റ് ലൈനിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത് Vin ആൻഡ് Vin മൈനസ് എന്ന് പറയുന്ന ഈ ടെർമിനലിൽ നിന്നാണ്. അതിൻ്റെ ഔട്ട്പുട്ട് എടുക്കുന്നത് വി ഔട്ട് മൈനസ് എന്ന് പറയുന്ന അവിടെ നിന്നാണ് നമ്മൾ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ ആക്ച്വലി നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ വിച്ച് വിൽ ടേക്സ്, ഇതൊരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്, വോൾട്ടേജ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. അതായത് വോൾട്ടേജ് വേരിയേഷൻസ് ഇനിയാണ് ബിറ്റ് ലൈനിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് വേരിയേഷൻസിനെയാണ് ഇത് ആംപ്ലിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു സ്മോൾ സിഗ്നൽ ഡിഫറൻഷ്യൽ ഇൻപുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഇൻപുട്ടായിട്ട് എടുക്കുകയും അതിനെ ആംപ്ലിഫൈ ചെയ്തിട്ട് ലാർജ് സിഗ്നൽ അറ്റ് ഔട്ട്പുട്ട് സൈഡിൽ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പം ഇൻപുട്ട് സൈഡിൽ കൊടുക്കുന്നത് ബിറ്റ് ലൈനിലുണ്ടാകുന്ന സ്മോൾ വേരിയേഷൻസിനെ ഡിറ്റക്ട് ചെയ്തിട്ട് അതിനെ ആംപ്ലിഫൈ ചെയ്തിട്ട് ഔട്ട്പുട്ട് സൈഡിൽ കിട്ടുന്നതാണ് ഒരു വോൾട്ടേജ് സെൻസ് ആംപ്ലിഫയർ എന്ന് പറയുക, ഒരു ബേസിക് ആയിട്ടുള്ള വോൾട്ടേജ് സെൻസ് ആംപ്ലിഫയർ എന്ന് പറയാം. അപ്പം നമുക്ക് ഇതിൻ്റെ കേസിൽ എഫക്റ്റീവ്നെസ് ഓഫ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതായത് ഒരു നോർമലായിട്ടുള്ള ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ആക്ച്വലി ക്യാരക്ടറൈസ്ഡ് ബൈ ഇറ്റ്സ് എബിലിറ്റി ടു റിജക്ട് കോമൺ നോയ്സ് ആൻഡ് ആംപ്ലിഫൈ ട്രൂ ഡിഫറൻഷ്യൽ സിഗ്നൽസ്. അപ്പോൾ അത് നമുക്കറിയാവുന്നതാണ്, നിങ്ങൾ പണ്ടേ പഠിച്ചിട്ടുള്ളതാണ്. നമുക്കൊരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ ആ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന് എപ്പോഴും എന്ത് വേണം? അത് കോമൺ മോഡ് സിഗ്നലിനെ എന്ത് ചെയ്യണം? റിജക്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ആ ഡിഫറൻസ് സിഗ്നലിനെ മാത്രം ആംപ്ലിഫൈ ചെയ്യുകയും ചെയ്യണം. അതാണ് നമ്മളുടെ ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. അതേ ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെയും നമ്മൾ യൂസ് ചെയ്യുന്നത്. നോയ്സസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ റിജക്റ്റ് ആക്കണം. ഏതിനെ മാത്രമേ ആംപ്ലിഫൈ ചെയ്യാൻ പാടുള്ളൂ? നമ്മളുടെ
ട്രൂ സിഗ്നലിനെ മാത്രമേ ആംപ്ലിഫൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പം നമുക്ക് ഇതിൻ്റെ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കേസിൽ 2 NMOS ട്രാൻസിസ്റ്റേഴ്സ് ആണ്. സപ്പോസ് നിങ്ങൾക്ക് M1 ആൻഡ് M2 എന്ന് പറയുന്ന 2 NMOS ട്രാൻസിസ്റ്റേഴ്സും അതുപോലെ തന്നെ 3 റെസിസ്റ്റേഴ്സ് ആണ്. RS സോഴ്സ് റെസിസ്റ്റർ ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നു, പിന്നെ ലോഡ് റെസിസ്റ്റർ RL എന്ന് പറയുന്നത് വിച്ച് ഈസ് ആക്ച്വലി കണക്റ്റഡ് ടു ദ VDD. ഓക്കെ, അപ്പം നമുക്ക് റീഡ് ഓപ്പറേഷൻ്റെ സമയത്താണ് ഇവിടെ എന്ത് സംഭവിക്കുന്നത്? റീഡ് ചെയ്യുമ്പോഴാണ് നമ്മളുടെ ബിറ്റ് ലൈനിൽ വോൾട്ടേജ് വേരിയേഷൻസ് ഉണ്ടാവുന്നത്. അപ്പം റീഡ് ഓപ്പറേഷൻ്റെ കേസിൽ ഇൻപുട്ട് നോട്ട്സ് നമുക്ക് ഇനിഷ്യലി നമുക്ക് എപ്പോഴും എന്ത് പറയാൻ പറ്റും? നമുക്ക് ഈ വി ഇന്നും ഇൻപുട്ട് നോട്ട്സ് ആയിട്ടുള്ള വി ഇൻ പ്ലസ് ആൻഡ് വി ഇൻ മൈനസ് വുഡ് ബി പ്രീ ചാർജ്ഡ് കോസിങ് ഔട്ട്പുട്ട്. അപ്പോൾ ഇപ്പോൾ ഇനിഷ്യലി നമുക്ക് ബിറ്റ് ലൈനിൽ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഈ ബിറ്റ് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കപ്പാസിറ്റേഴ്സ് ഉണ്ട്? പാരസൈറ്റിക് കപ്പാസിറ്റേഴ്സ് ഉണ്ട്. അപ്പം ഈ പാരസൈറ്റിക് കപ്പാസിറ്റേഴ്സിൻ്റെ എഫക്റ്റ് മൂലം ഇത് നമ്മൾ എങ്ങോട്ടാണ് കണക്ട്, ഈ ബിറ്റ് ലൈൻ വി ഇൻ വണ്ണും ഇത് ബിറ്റ് ലൈനും ഇത് ബിറ്റ് ബാർ ലൈനുമാണ് എന്ന് നിങ്ങൾ വിചാരിക്കാം. ഇത് വി ഇൻ പ്ലസ് ഒരു ബിറ്റ് ലൈനിൽ കണക്ട് ചെയ്തിരിക്കുന്നു, വി ഇൻ മൈനസ് ബിറ്റ് ബാർ ലൈനിൽ കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത് ഇനിഷ്യലി എന്തായിരിക്കും? ഈ പാരസൈറ്റിക് കപ്പാസിറ്ററിൻ്റെ എഫക്റ്റ് മൂലം ദിസ് വി ഇൻ പ്ലസ് ആൻഡ് വി ഇൻ മൈനസ് വിച്ച് ഈസ് ആക്ച്വലി പ്രീ ചാർജ്ഡ്, അതായത് രണ്ടും ഹൈ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, ഹൈ വാല്യൂ ആണ്. അപ്പം വി ഇനും വി ഇൻ പ്ലസിനും ഹൈ വാല്യൂ 1, സപ്പോസ് 1 ആണെന്ന് വിചാരിക്കാം. ഈ ഹൈ വാല്യൂ വന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി വാട്ട് ഹാപ്പൻസ്? ഇതും 1 ആണെങ്കിൽ വാട്ട് ഹാപ്പൻസ്? വീൻ ഔട്ട്പുട്ടും അതേ ലെവലിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. അതായത് ഇൻപുട്ട് ഹൈ ലെവലാണെങ്കിൽ ഔട്ട്പുട്ടും വിച്ച് വിൽ ഓൾസോ മെയിൻറ്റെയിൻ ഇൻ ദ ഹൈ ലെവൽ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് നമ്മൾ വീൻ ഹൈ ലെവലിലാക്കുമ്പോൾ, പ്രീ ചാർജ് ചെയ്തിട്ട് ഹൈ ലെവലിലാകുമ്പോൾ നമുക്കെന്താണ്? ഔട്ട്പുട്ട് നോട്ട്സ് വിച്ച് ഈസ് ഓൾസോ സ്റ്റേസ് ഇൻ ദ സെയിം ലെവൽ. അതായത് വീൻ 1 ആണെങ്കിൽ നിങ്ങൾക്കറിയാം ഇത് ഓൺ ആകും. ഇത് ഓൺ ആയിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് എന്താണ്? നമുക്ക് നോർമലായിട്ട് വരികയാണെങ്കിൽ 0 ആണ് വരിക, ബിക്കോസ് ഇറ്റ് ഈസ് ആക്ച്വലി കണക്റ്റഡ് ടു ഗ്രൗണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നോർമലായിട്ട്. അതായത് ഔട്ട്പുട്ട് രണ്ടും സെയിം ലെവൽ, ഇൻപുട്ട് ലെവലും 1-ലാണെങ്കിൽ ഔട്ട്പുട്ട് ലോ ലെവലിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനിയിപ്പം നിങ്ങൾ ഏതെങ്കിലും ബിറ്റ് ലൈനിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടായി, സപ്പോസ് ഈ ബിറ്റ് ലൈനിൽ എന്തുണ്ടായി? റീഡ് ഓപ്പറേഷൻ്റെ കേസിൽ എന്താണ് സംഭവിച്ചത്? ഒരു സ്മോൾ വോൾട്ടേജ് വേരിയേഷൻ വിച്ച് ഈസ് ആക്ച്വലി അപ്പിയേഴ്സ് ഓൺ ദ ബിറ്റ് ലൈൻസ്. ഓക്കെ, ദെൻ വാട്ട് ഹാപ്പൻസ്? ഈ വോൾട്ടേജ് വേരിയേഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, സപ്പോസ് ഒരു ചെറിയ, നമുക്കറിയാം റീഡ് ചെയ്യുമ്പോൾ ഒരു ചെറിയ വേരിയേഷൻസ് മാത്രമേ ഇവിടെ ഉണ്ടാവുകയുള്ളൂ, നമ്മളുടെ ബിറ്റ് ലൈനിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ വോൾട്ടേജ് വേരിയേഷൻസ് വിച്ച് ഈസ് ആക്ച്വലി ഒക്കേഴ്സ് ഓൺ ദ ബിറ്റ് ലൈൻസ് എന്താണ്? വിച്ച് ക്യാൻ ബി ആംപ്ലിഫൈ. ഇതിനെ എന്ത് ചെയ്യും? ഈ വോൾട്ടേജ് വേരിയേഷൻസിനെ എന്ത് ചെയ്യും? ബിറ്റ് ലൈൻസിലുണ്ടാകുന്ന വോൾട്ടേജ് വേരിയേഷൻസിനെ എന്ത് ആംപ്ലിഫൈ ചെയ്യും? നമ്മളുടെ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ത് ചെയ്യും? ആംപ്ലിഫൈ ചെയ്യും. ഓക്കെ, അപ്പം ആൻഡ് അത് ആംപ്ലിഫൈ ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ ലെവലിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യും. അപ്പം അതാണ് ആക്ച്വലി ശരിക്കും നടക്കുന്നത്. അപ്പം അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ ഏബിൾ ടു പ്രെഡിക്റ്റ്, അല്ലെങ്കിൽ വി ക്യാൻ ഏബിൾ ടു ഡിറ്റക്ട് അല്ലെങ്കിൽ ഇൻറ്റർപ്രറ്റ് എന്ത്? നമുക്ക് വെദർ ദിസ് ഈസ് റീഡ് ഈസ് 1 or 0 എന്ന് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഇതാണ് ബേസിക് ആയിട്ടുള്ള ബേസിക് ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ വർക്കിംഗ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളൊരു ബേസിക് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എങ്ങനെ വർക്ക് ചെയ്യുന്നു അതേപോലെ തന്നെ ആയിരിക്കും ഇതും വർക്ക് ചെയ്യുക. അപ്പം നിങ്ങൾ ഇത്രയും കാര്യങ്ങളും ബേസിക്കായിട്ട് മനസ്സിലാക്കിയാൽ മാത്രം മതി. എന്താണ് ഒരു ഡിഫറൻഷ്യൽ സെൻസ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഓപ്പറേഷൻ കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, യദുൽ ഇവിടെ ഉണ്ടോ? കുറേ പേര് പോയി, 40 പേര് 42 പേരുണ്ടായിരുന്നത് ഇപ്പോൾ 34 പേരായി. ഓക്കെ, അപ്പോൾ യദുൽ ക്ലിയർ ആണോ? യദുൽ ഉണ്ടോ ഇവിടെ? ഓക്കെ, അപ്പം ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് അടുത്തൊരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. ഇത് ബേസിക് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ നിങ്ങൾക്കറിയാം. ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ, അതായത് നമ്മൾ ബിറ്റ് ലൈനിൽ നമ്മൾ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ കണക്ട് ചെയ്യുന്നു, വോൾട്ടേജ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ കണക്ട് ചെയ്യുമ്പോൾ ആ വോൾട്ടേജ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ത് ചെയ്യും? ആ ഡിഫറൻസിനെ ആംപ്ലിഫൈ ചെയ്ത് അതിനെ നമുക്ക് ലോജിക് 1 ആണോ 0 ആണോ എന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യും. അത് മാത്രമാണ് ഈ ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ. ഇനിയിപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഒരു ഡിഫറൻഷ്യൽ വോൾട്ടേജ് സെൻസ് ആംപ്ലിഫയർ ആണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് ഡിഫറൻഷ്യൽ വോൾട്ടേജ് സെൻസ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഓക്കെ, പോസിറ്റീവ് ഫീഡ്ബാക്ക് വോൾട്ടേജ് എന്താണ്? ഡിഫറൻഷ്യൽ വോൾട്ടേജ് സെൻസ് ആംപ്ലിഫയർ. അപ്പോൾ ഈ പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് കാണാം. അതായത് ഈ ആക്ച്വലി ദിസ് ഈസ് ആക്ച്വലി ദ കണക്ഷൻ, ഇറ്റ് ഈസ് ആക്ച്വലി ഗിവൺ
ആംപ്ലിഫയറിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ഫീഡ്ബാക്ക് മാത്രമാണ് ഈ സർക്യൂട്ട്. ഓക്കെ, നമ്മളുടെ വോൾട്ടേജ് സെൻസ് ആംപ്ലിഫയറിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ഫീഡ്ബാക്ക് സെക്ഷൻ മാത്രമാണിത്. അല്ലാതെ ഈ സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നത് ആംപ്ലിഫയറിന്റെ സെക്ഷൻ അല്ല, ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് വിച്ച് ഈസ് ആക്ച്വലി ഗിവൺ ടു ദ എന്താണ് സെൻസ് ആംപ്ലിഫയേഴ്സ്. അപ്പോൾ ഇതൊരു സെൻസ് ആംപ്ലിഫയറിന്റെ സർക്യൂട്ട് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് സർക്യൂട്ടാണ് ദിസ് വൺ. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരണ്ട, ഈ പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്താണ്, ഡിഫറൻഷ്യൽ വോൾട്ടേജ് സെൻസ് ആംപ്ലിഫയർ എന്താണെന്നാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പം നമുക്കറിയാവുന്ന പോലെ തന്നെ വോൾട്ടേജ് സെൻസ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ അതിന് ദാറ്റ് വിൽ പ്രൊഡ്യൂസസ് ലാർജ് ഡിഫറൻഷ്യൽ ഗെയിൻ ആൻഡ് ഇറ്റ്സ് എബിലിറ്റി ടു ഓട്ടോമാറ്റിക്കലി റീറൈറ്റ് ഡിസ്ട്രക്റ്റീവ് ഡാറ്റ. അപ്പം ഈ വോൾട്ടേജ് സെൻസ് ആംപ്ലിഫയറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, നമുക്കറിയാം, നമ്മൾ റീഡ് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഡൈനാമിക് റാമിൻ്റെ കേസിൽ നമ്മളുടെ റൈറ്റ് ചെയ്ത ഡേറ്റ ലോസ് ആകാനുള്ള ചാൻസ് ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ റൈറ്റ് ചെയ്ത ഡേറ്റയെ നമുക്ക് എന്ത് ചെയ്യണം, വീണ്ടും റീറൈറ്റ് ചെയ്യണം. ഓക്കെ, നമ്മളുടെ റാമിനകത്ത് എന്താണ്, നമ്മൾ റൈറ്റ് ചെയ്ത ഡേറ്റ നമ്മൾ റീഡ് ചെയ്യുമ്പോൾ അത് എന്താണ്, ലോസ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, അത് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അതിനെ റീറൈറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു കേസ് നമ്മൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് വോൾട്ടേജ് സെൻസ് ആംപ്ലിഫയറിൻ്റെ ഒരു ആഡഡ് എബിലിറ്റിയാണ് എന്ന് പറയാൻ പറ്റും. അത് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഡിസ്ട്രക്റ്റീവ് ഡാറ്റയെ എന്ത് ചെയ്യും, റീറൈറ്റ് ചെയ്യും. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ഡിഫറൻഷ്യൽ സെൻസ് ആംപ്ലിഫയറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, അപ്പം ഈ വോൾട്ടേജ് സെൻസ് ആംപ്ലിഫയറിൻ്റെ കേസിൽ ഒരു ഫുൾ കോംപ്ലിമെൻ്ററി പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമുക്ക് ഡിഫറെൻറ്റ് എൻമോസ് ട്രാൻസിസ്റ്റേഴ്സ് ആണ് ഇതിനകത്ത് കാണാൻ പറ്റുക. അപ്പോൾ ഇതിനകത്ത് M1, M2, M3, M4 എന്ന് പറയുന്ന ഈ 4 എൻമോസ് ട്രാൻസിസ്റ്റേഴ്സ് എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താണ്, പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പം ഏതൊക്കെയാണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ ആയിട്ട്? അപ്പം നമ്മളുടെ എന്താണ് പേരെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം, പോസിറ്റീവ് ഫീഡ്ബാക്ക് ഡിഫറൻഷ്യൽ വോൾട്ടേജ് സെൻസ് ആംപ്ലിഫയർ. അപ്പോൾ ഈ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ് ആയിട്ടാണ് ഈ 4 ആംപ്ലിഫയേഴ്സ് ട്രാൻസിസ്റ്റേഴ്സ് M1, M2, M3 ആൻഡ് M4 ആയിട്ട് ആക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളുടെ M5 ആൻഡ് M6, അതായത് another 2 NMOS transistors M5 and M6 which is actually used to enable the sense amplifiers. അപ്പം നമ്മൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് ചെയ്ത ആംപ്ലിഫയേഴ്സിൻ്റെ നമ്മൾ ഇത് എങ്ങോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, ഒരു സെൻസ് ആംപ്ലിഫയറിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതായത് ഇതൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് സെക്ഷൻ മാത്രമാണ്. അപ്പോൾ ഈ പോസിറ്റീവ് ഫീഡ്ബാക്ക് ചെയ്ത ആ സാധനത്തെ എങ്ങോട്ട് കൊടുക്കണം, നമുക്ക് സെൻസ് ആംപ്ലിഫയറിലേക്ക് കൊടുക്കണം. ഈ സെൻസ് ആംപ്ലിഫയറിനെ സെൻസ് ആംപ്ലിഫയറിനെ എനേബിൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ, അതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ M5ഉം M6 എന്ന് പറയുന്ന 2 ട്രാൻസിസ്റ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, M5 ആൻഡ് M6 എന്ന് പറയുന്ന 2 ട്രാൻസിസ്റ്റേഴ്സ് വിച്ച് ഈസ് ആക്ച്വലി യൂസ്ഡ് ടു എനേബിൾ ദ സെൻസ് ആംപ്ലിഫയേഴ്സ്. ഓക്കെ, പിന്നെ നമുക്ക് കാണാൻ പറ്റും ഒരു M8 എന്ന് പറയുന്ന ഒരു ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്. M8 എന്ന് പറയുന്ന ഈ ട്രാൻസിസ്റ്റർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പ്രീചാർജ് ചെയ്യാൻ, അതായത് നിങ്ങൾക്കറിയാം നമ്മൾ പ്രീചാർജ് മോഡ് എന്ന് പറയുന്ന മോഡിൽ ഇതിനെ പ്രീചാർജ് ചെയ്യും. അതായത് ഹൈ വാല്യൂയിലേക്കോ ലോ വാല്യൂയിലേക്കോ ചാർജ് ചെയ്യിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പ്രീചാർജ് ട്രാൻസിസ്റ്റർ M8 നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു, M1 to M4 which is actually used as a positive feedback amplifier, M5 and M6 which is actually used to enable the sense amplifiers, and M8 which is actually considered as a pre-charge in the output nodes, okay, which is actually used to pre-charge the output nodes. And 2 positive feedback amplifier, ഇപ്പോൾ the positive feedback amplifiers നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഈ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ സെക്ഷൻ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ കേസിൽ 2 ഡാറ്റ നോട്ട്സ് ഉണ്ട്. അതായത് Vin, Vout1, Vin, Vout2 എന്ന് പറയുന്ന 2 ഡാറ്റ നോട്ട്സ് ഉണ്ട്. അതായത് നമുക്ക് Vinനും Voutഉം നമുക്ക് ഒരേ നോഡിൽ തന്നെയാണ് നമുക്ക് കിട്ടുക. ഓക്കെ, വി ക്യാൻ ഗെറ്റ് ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഇതൊരു പ്രീ
നിങ്ങളോട് ഓൾറെഡി പറഞ്ഞേക്കാം, പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ സെക്ഷനാണ്. ഇത് എങ്ങോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? സെൻസ് ആംപ്ലിഫയറിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഈ പോസിറ്റീവ് ഫീഡ്ബാക്കിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത് 2 ഡാറ്റ നോട്ട്സിലാണ്. വി ഇൻ വി ഔട്ട് 1, വി ഇൻ വി ഔട്ട് 2. ഓക്കെ, അതായത് വി ഇൻ ഔട്ട് 1ഉം വി ഇൻ ഔട്ട് 2ഉം 2 ഡാറ്റ നോട്ട്സ് ആണ് ഇതിൻ്റെ കേസിലുള്ളത്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും മെയിനായിട്ട് 1, 2 ആൻഡ് 3 കൺട്രോൾ നോട്ട്സ്, അതായത് SAPEN. അതായത് SAPEN എന്ന് പറഞ്ഞാൽ എന്താണ്? PMOS എന്താണ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ സെൻസ് ആംപ്ലിഫയർ PMOS. ഓക്കെ, PMOSിൻ്റെ സെൻസ് ആംപ്ലിഫയർ എനേബിൾ ചെയ്യാൻ വേണ്ടി SAPN-ഉം NMOS സെൻസ് ആംപ്ലിഫയർ എനേബിൾ ചെയ്യാൻ വേണ്ടി നമ്മൾ SANEN എന്ന് പറയുന്നു. അപ്പം സെൻസ് ആംപ്ലിഫയർ എനേബിൾ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് എന്താണ് ഇൻപുട്സ് ആണ് SANEN ആൻഡ് SAPEN എന്ന് പറയുന്ന 2 എനേബിൾ ഇൻപുട്സ്. ഇത് കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ന് പറയുന്ന പ്രീസെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻപുട്ട് വിച്ച് ഈസ് ആക്ച്വലി കണക്റ്റഡ് ടു ദ ഗേറ്റ് ഓഫ് ദ M8. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ കേസിലുള്ളത്? 4 എന്താണ് നമ്മളുടെ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിന് യൂസ് ചെയ്യുന്ന ട്രാൻസിസ്റ്റേഴ്സ്, പിന്നെ M5 M6 എന്ന് പറയുന്ന 2 എന്താണ് M5 M6 എനേബിൾ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ട്രാൻസിസ്റ്റേഴ്സ്, M8 എന്ന് പറഞ്ഞാൽ പ്രീചാർജ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ട്രാൻസിസ്റ്റർ, പിന്നെ നമ്മളുടെ ഡേറ്റ നോട്ട്സ് വി ഇൻ ഔട്ട് 1, വി ഇൻ ഔട്ട് 2ഉം, പിന്നെ നമ്മളുടെ എനേബിൾ സിഗ്നൽസ് ആയിട്ടുള്ള SAPEN-ഉം SANEN-ഉം അതുപോലെ തന്നെ പ്രീചാർജ്. ഓക്കെ, അപ്പോൾ ഇത് ഈ വി ഇൻ ഔട്ട് 1ഉം വി ഇൻ ഔട്ട് 2ഉം എന്ന് പറയുന്ന 2 ഔട്ട്പുട്ട്സ്, അതുപോലെ തന്നെ ഇൻപുട്ടും ഔട്ട്പുട്ടുമായിട്ട് എങ്ങോട്ട് ആക്ട് ചെയ്യുന്നു? സെൻസ് ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടായിട്ടും ഈ പോസിറ്റീവ് ഫീഡ്ബാക്കിൻ്റെ ഔട്ട്പുട്ടായിട്ടും ഇത് ആക്ട് ചെയ്യുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, അപ്പം സെൻസ് ആംപ്ലിഫയർ വി ഇൻ ഔട്ട് 1 എന്ന് എന്തുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത്? ഇറ്റ് ഈസ് ആക്ച്വലി ആക്ടിങ് ആസ് എ ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ടു ദ സെൻസ് ആംപ്ലിഫയർ. ഇൻപുട്ടായിട്ടും ഔട്ട്പുട്ടായിട്ടും സെൻസ് ആംപ്ലിഫയറിൻ്റെ ആക്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദിസ് ഈസ് ആക്ച്വലി വി ഇൻ ഔട്ട് 1 ആൻഡ് വി ഇൻ ഔട്ട് 2 എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മളുടെ കൺസ്ട്രക്ഷൻ. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ വർക്കിങ്ങിലേക്ക് പോവാം. ഓക്കെ, എങ്ങനെയാണ് ഇതൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഇവിടെ ഈ കേസിൽ നമുക്ക് ഇനിഷ്യലി നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഡാറ്റ നോട്ട്സ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇക്വലൈസ് ചെയ്യുന്നു ബൈ യൂസിങ് പ്രീ ചാർജ് എന്ന് പറയുന്ന ഇൻപുട്ട് യൂസ് ചെയ്തിട്ട്, എനേബിൾ ഇൻപുട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡാറ്റ നോട്ട്സ് നമ്മൾ എന്ത് ചെയ്യുന്നു? എനേബിൾ ചെയ്യുന്നു. ഓക്കെ, പ്രീ എന്ന് പറയുന്ന ഇൻപുട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഡാറ്റ നോട്ട്സിനെ നമ്മൾ ഈക്വലൈസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാം പ്രീ എന്ന് പറയുന്ന ഈ കണക്ഷൻസ് എനേബിൾ ആയിട്ടുണ്ടെങ്കിൽ ദിസ് ട്രാൻസിസ്റ്റർ വിച്ച് വിൽ ബിക്കം ഓൺ. ദെർഫോർ വി ഇൻ ആൻഡ് വി ഇൻ ഔട്ട് 1ഉം വി ഇൻ ഔട്ട് 2ഉം എന്ത് ചെയ്യുന്നു? ഹൈ വാല്യൂ അല്ലെങ്കിൽ ലോ വാല്യൂയിലേക്ക് പോകുന്നു. ഇനിയിപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, നമ്മൾ റീഡ് ചെയ്യുന്ന സമയത്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ മെമ്മറി റീഡ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ഒരു വോൾട്ടേജ് ഡിഫറൻസ് എവിടെ ഒക്കറാവുന്നു? ബിറ്റ് ലൈൻസിലുണ്ടാവുന്നു അല്ലേ? ഒരു വോൾട്ടേജ് സ്വിങ് വിച്ച് ഈസ് ആക്ച്വലി ഒക്കേഴ്സ്, അല്ലെങ്കിൽ വോൾട്ടേജ് വേരിയേഷൻസ് വിച്ച് ഈസ് ആക്ച്വലി ഫോംസ് ഓൺ ദ ബിറ്റ് ലൈൻസ്. അപ്പോൾ ഈ ബിറ്റ് ലൈനിലേക്കാണ് നമ്മളുടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ബിറ്റ് ലൈനാണ്, ഇത് ബിറ്റ് ബാർ ലൈനാണ് എങ്കിൽ ബിറ്റ് ബാർ ലൈനാണ്. അപ്പോൾ ഈ ഒരെണ്ണം എങ്ങോട്ട് കണക്ട് ചെയ്തിരിക്കുന്നു? ബിറ്റ് ലൈനിലേക്കും, ഒന്ന് ബിറ്റ് ബാർ ലൈനിലേക്കുമായിരിക്കും നമ്മളുടെ ഇൻപുട്ട് കണക്ട് ചെയ്തിരിക്കുക. ഓക്കെ, അപ്പം ദിസ് വിൽ ആക്ച്വലി റീഡ് ചെയ്യുന്ന സമയത്ത് ബിറ്റ് ലൈനിലും ബിറ്റ് ബാർ ലൈനിലും ഒന്നുണ്ടാവുന്നു ഒരു വോൾട്ടേജ് വേരിയേഷൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് ഡിഫറൻസ് വിച്ച് ഈസ് ആക്ച്വലി ഒക്കേഴ്സ്. അപ്പം വിച്ച് ഈസ് ആക്ച്വലി കണക്റ്റഡ് ടു ദ ഇൻപുട്ട്, ബോത്ത് ദ ഇൻപുട്ട് വി ഇൻ ഔട്ട് 1ലേക്കും വി ഇൻ ഔട്ട് 2ലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ആക്ച്വലി എന്താണ് സംഭവിക്കുക? ഒരെണ്ണത്തിൽ ചിലപ്പോൾ ഹൈ ആയിരിക്കും അല്ലേ? ഇപ്പോൾ സപ്പോസ് ദിസ് വോൾട്ടേജ് ഈസ് ഗ്രേറ്റർ ദാൻ ദിസ് വോൾട്ടേജ്. ഓക്കെ, ഇത് കുറവും ഇത് കൂടുതലാണ്, ഇത് കുറവുമാണ് എന്ന് വിചാരിക്കാം. ഏത്? ഇത് കൂടുതലാണ്, ഇവിടെയുള്ള വോൾട്ടേജ് കൂടുതലാണ്, ഇവിടെയുള്ള വോൾട്ടേജ് ലോ ആണ്. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത് നമുക്കറിയാം. ഇത് ക്രോസ് കപ്പിൾ ചെയ്തിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. M3ഉം M4ഉം
M1ഉം M2ഉം എല്ലാം ക്രോസ് കപ്പിൾ ചെയ്തിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? While M1 and M2 biased to operate in the saturation region, M6 is turned on by SIN. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇപ്പം ഇത് ഹൈ ആണ് എങ്കിൽ ആക്ച്വലി എന്താണ് സംഭവിക്കുക? ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, M1 and M2 are biased to operate in the saturation region. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുക? ഇനിഷ്യലി നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇനിഷ്യൽ കേസിൽ ആക്ച്വലി M1ഉം M2ഉം M3ഉം M4ഉം എല്ലാം എന്താണ് ഓൺ കണ്ടീഷണൽ ആണ്. M6 സപ്പോസ് ദിസ് SAEN ഓൺ ആണെങ്കിൽ ഈ M1ഉം M2ഉം എല്ലാം എന്താണ് സാച്ചുറേഷൻ റീജിയനിലാണ് ഇനിഷ്യലി ഓപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഇവിടെ ഒരു വോൾട്ടേജ് ഡിഫറൻസ് ഒക്കർ ആയതുകൊണ്ട് തന്നെ ബിറ്റ് ലൈനിലും ബിറ്റ് ബാർ ലൈനിലും ഒരു വോൾട്ടേജ് വേരിയേഷൻ ഒക്കർ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇവിടുത്തെ വോൾട്ടേജ് ചിലപ്പോൾ ഇതിനേക്കാൾ കൂടുതലാണ്, അല്ലെങ്കിൽ ഇവിടെ വോൾട്ടേജ് ഇവിടത്തേക്കാൾ കൂടുതലാണ്, അങ്ങനെയൊക്കെ വരാൻ പറ്റും. ബിറ്റ് ലൈനിലുള്ളത് ബിറ്റ് ബാർ ലൈനിനേക്കാൾ കൂടുതലോ എങ്ങനെ വേണമെങ്കിലും വരാം. അപ്പോൾ ഇത് കൂടുതലാണ്, ഇത് കുറവാണെങ്കിൽ ആക്ച്വലി എന്താ സംഭവിക്കുക? ഇത് കൂടുതലാണെങ്കിൽ ഇറ്റ് ഈസ് ആക്ച്വലി കണക്റ്റഡ് ടു ദ ബേസ്, അല്ലേ? ബേസ് ഓഫ് M2. ഈ ഹൈ വോൾട്ടേജ് വിച്ച് ഈസ് ആക്ച്വലി കണക്റ്റഡ് ടു ബേസ് മീൻസ് ദിസ് വിൽ ബിക്കം ഓൺ. ഈ ലോ വോൾട്ടേജ് എങ്ങോട്ട് കണക്ട് ചെയ്തിരിക്കുന്നു? ഈ ലോ വോൾട്ടേജ് എങ്ങോട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്? ബേസ് ഓഫ് M1. അപ്പോൾ ഇത് എന്താവും? ഓഫ് ആവും. ഓക്കെ, അപ്പം M2 വിച്ച് ബിക്കം ഓൺ ആൻഡ് M1 ബിക്കം ഓഫ് ആയി. ഓക്കെ, അപ്പം ഇതിൻ്റെ കേസിൽ ഒരു വോൾട്ടേജ് ഡിക്രീസ് ആയപ്പോൾ ഓട്ടോമാറ്റിക്കലി വാട്ട് ഹാപ്പൻസ്? ദിസ് വൺ ട്രാൻസിസ്റ്റർ വിച്ച് വിൽ ബിക്കം ഓൺ ആൻഡ് അനദർ ട്രാൻസിസ്റ്റർ വിച്ച് വിൽ ബിക്കം ഓഫ്. ഓക്കെ, അപ്പം ഇത് എന്ത് സംഭവിക്കും? ഒരെണ്ണം കട്ട് ഓഫ് ആയി, ഒരെണ്ണം എന്താണ് ആക്റ്റീവ് റീജിയനിലുമായി അല്ലെങ്കിൽ ട്രയോഡ് റീജിയനിലും ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഈ പോയിന്റിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ പോയിന്റിൽ നമുക്ക് അറ്റ് ദിസ് പോയിന്റ് M5 ഈസ് അതേപോലെ തന്നെ ഇവിടെയും സംഭവിക്കും, അല്ലേ? ഈ M3ഉം M4ഉം എന്താണ്? PMOS ആണ്. ഇത് PMOS ആണ്. M3 M4 വിച്ച് ഈസ് PMOS, M1 M2 വിച്ച് ഈസ് NMOS. PMOSന്റെ കേസിൽ ഹൈ വോൾട്ടേജ് വന്നാൽ എന്താവും? ഓഫ് ആകും, അല്ലേ? ഇത് ഓഫ് ആകും. ഇവിടെ ലോ വോൾട്ടേജ് വന്നാൽ ഇതെന്താവും? ഓൺ ആകും. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും M2ഉം M3ഉം ഓണ്, M1ഉം M4ഉം ഓഫ് കണ്ടീഷനിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കേസ് കാണാൻ പറ്റും. അപ്പോൾ ഈ പോയിന്റിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ M5 ഇതിനെ ടേൺ ഓൺ ചെയ്യുന്നത് എന്താണ്? SAPEN എന്ന് പറയുന്ന SAPEN 0 ആയി കഴിഞ്ഞാൽ ഈ M5 എന്താകും? ടേൺ ഓൺ ആവും. അപ്പം ഈ M5 ഓൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഹൈ വാല്യൂ വിച്ച് ഈസ് ആക്ച്വലി ഗിവൺ ടു ദ, നമുക്ക് എങ്ങോട്ട് കൊടുക്കാൻ പറ്റും? ഒരു സപ്പോസ് ദിസ് ഈസ് ആക്ച്വലി കണക്റ്റഡ് ടു ദ എന്താണ്, ഇവിടെയാണ് നമുക്ക് ഔട്ട്പുട്ട് വരുന്നത്. ഓക്കെ, അപ്പം സപ്പോസ് എന്താണ് സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി ക്യാൻ ഏബിൾ ടു സേ ദിസ്. ഓക്കെ, ഇപ്പം ഇവിടെ ഹൈ വാല്യൂ വന്നു, ഇവിടെ അതായത് ഹൈ വാല്യൂ എന്ന് പറഞ്ഞാൽ വളരെ ഹൈ വാല്യൂ ഒന്നും അല്ല കേട്ടോ, ചെറിയ വേരിയേഷൻസ് ആണ്. ഇപ്പം നിങ്ങൾ ഇത്രയും മനസ്സിലാക്കേണ്ടുള്ളൂ. ഒരു ഒരു ബിറ്റ് ലൈനിൽ ലോയും ഒരു ലൈനിൽ ഒരു ചെറിയ വേരിയേഷനും വന്നാൽ ഈ വേരിയേഷനെ നമുക്ക് എവിടുന്ന് തന്നെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും? നമ്മളുടെ ഈ സർക്യൂട്ട് വെച്ചിട്ട്, ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് സർക്യൂട്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ബിക്കോസ് എന്താണ്, ഇവിടെ നിങ്ങൾ നോക്കുക, ഇത് ഓണായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് ആക്ച്വലി കണക്റ്റഡ് ടു VDD ആണ് എങ്കിൽ ദിസ് VDD വിച്ച് ഈസ് ആക്ച്വലി കണക്റ്റഡ് ടു ഈ M3 ഓൺ ആണെങ്കിൽ ദിസ് വിൽ ബിക്കം ഹൈ ആയിട്ട് തന്നെ ഇരിക്കും. അതുപോലെ തന്നെ ഇത് ഓഫ് ആയതുകൊണ്ട് തന്നെ ഇത് ലോ ആയിട്ട് നിൽക്കും. അപ്പം നമുക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടി? ഹൈ വാല്യൂ ആണെന്ന് നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റി. അതാണ് ഇവിടുത്തെ സംഭവം. അതായത് ഒന്നും കൂടെ ഞാൻ പറയാം. ഓക്കെ, ദിസ് ഈസ് അവർ സർക്യൂട്ട്. ഇവിടെ നമ്മൾ പറഞ്ഞത് ഒന്ന് ബിറ്റ് ലൈനിലും ഒന്ന് ബിറ്റ് ബാർ ലൈനിലും. ദിസ് ഈസ് സപ്പോസ് ബിറ്റ് ലൈൻ, ഇത് ബിറ്റ് ബാർ ലൈൻ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് Vin Vout 1 ബിറ്റ് ലൈനിലും Vin Vout 2 ബിറ്റ് ബാർ ലൈനുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ സപ്പോസ് എന്താണ്, നമ്മൾ റീഡ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? ഇപ്പോൾ ചെറിയൊരു വേരിയേഷൻ ഏതെങ്കിലും ഒരു ലൈനിൽ ഒക്കുറായി, ബിറ്റ് ലൈനിലോ ബിറ്റ് ബാർ ലൈനിലോ എന്തെങ്കിലും ഒരു ചെറിയ വേരിയേഷൻസ് ഒക്കുറായി.
അപ്പം ആ വേരിയേഷൻസിനെയാണ് നമുക്ക് ഡിറ്റക്ട് ചെയ്യേണ്ടത് അല്ലേ? ആ വേരിയേഷൻസിനെ നമുക്ക് ഡിറ്റക്ട് ചെയ്യണം. ആ വേരിയേഷൻസിനെ നമ്മൾ ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇറ്റ് ഈസ് ആക്ച്വലി കണക്റ്റഡ് ടു ദ വി ഇൻ അല്ലെങ്കിൽ വി ഔട്ടിലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പം സപ്പോസ് ബിറ്റ് ലൈനിലുള്ള വാല്യൂ ആണ് കുറച്ച് കൂടുതൽ, ബിറ്റ് സ്മോൾ സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ ബിറ്റ് ബാർ ലൈൻ. ഓക്കെ, അപ്പം ഇത് കുറച്ച് കൂടുതലാണെങ്കിൽ, ഇത് കുറച്ച് ഹൈ ആണ് എങ്കിൽ ഇത് കുറച്ച് ലോ ആയിരിക്കും. ഓക്കെ, ബിക്കോസ് ഇത് ലോ. അപ്പോൾ ഈ വോൾട്ടേജ് വേരിയേഷൻസ് ഇവിടെ ഹൈ എന്ന് പറഞ്ഞാൽ ചെറിയ വേരിയേഷൻ ആണ് കേട്ടോ. അപ്പോൾ ഇതൊരു 5 ആണെങ്കിൽ ഇതൊരു 3 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ചെറിയൊരു വേരിയേഷൻസ്. അപ്പം ഈ 5 വോൾട്ടും ഈ 3 വോൾട്ടും ആണെന്ന് സപ്പോസ് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ചെറിയൊരു വേരിയേഷൻസിന് അനുസരിച്ച് എന്ത് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്? ഇതെങ്ങോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഇതെങ്ങോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ക്രോസ് കപ്പിൾ ചെയ്തിട്ടാണ് കണക്ട് ചെയ്തത്. M1 ഉം M2 ഉം ക്രോസ് കപ്പിൾ ചെയ്തിട്ടാണ്, M3 ഉം M4 ഉം ക്രോസ് കപ്പിൾ ചെയ്തിട്ടാണ്. അപ്പം ഇത് കൂടുതലാണ് എങ്കിൽ, ഇത് കുറച്ച് കൂടുതലാണ് എങ്കിൽ, ഇത് കുറച്ച് കുറവാണ് എങ്കിൽ എന്ത് സംഭവിക്കും? ഈ കൂടുതലുള്ളത് എങ്ങോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? സപ്പോസ് ദിസ് ഈസ് ആക്ച്വലി കണക്റ്റഡ് ടു M2. Therefore ഹൈ കണക്ട് ചെയ്താൽ ദിസ് വിൽ ബിക്കം ഓൺ ആൻഡ് ലോ കണക്ട് ചെയ്താൽ ദിസ് വിൽ ബിക്കം ഓഫ്. അതേപോലെ തന്നെ ഇവിടെ ഹൈ ആണ് എങ്കിൽ ഇത് എങ്ങോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? PMOS ആണ്. PMOSന്റെ കേസിൽ ഹൈ കണക്ട് ചെയ്താൽ എന്താവും? ഇത് ഓഫ് ആകും. ലോ ആയിട്ടുണ്ടെങ്കിൽ ദിസ് വിൽ ബിക്കം ഓൺ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മൾ SAPEN എനേബിൾ ആയിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് ആക്ച്വലി കണക്റ്റഡ് ടു VDD. അപ്പോൾ ഇത് ഓൺ ആകും. ഓക്കെ, ഇത് ഓൺ ആയി കഴിഞ്ഞാൽ ഈ VDD ഈ ഹൈ വാല്യൂ എങ്ങോട്ട് വരും? നമ്മളുടെ ഔട്ട്പുട്ട് സൈഡിലേക്ക് വരും. ബിക്കോസ് VDD ആണ് നമ്മൾ എങ്ങോട്ട് ഇത് ഓൺ ആയതുകൊണ്ട് ഇതും ഓൺ ആണ് എങ്കിൽ VDD വിച്ച് ഈസ് കംസ് ടു ദ ഔട്ട്പുട്ട് സൈഡ്. Therefore we can able to interpret this is actually high value. ഓക്കെ, ഇത് നമുക്ക് ഹൈ വാല്യൂ ആണെന്ന് ഇന്റർപ്രറ്റ് ചെയ്യാം. ഇതെപ്പോഴും എന്തായിരിക്കും? ലോ വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദിസ് ബിറ്റ് ലൈനിലുള്ള വാല്യൂ എന്ന് പറയുന്നത് ഹൈ ആണ് എന്ന് നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം. അപ്പം അതായത് നമുക്ക് അങ്ങനെയാണ് നമ്മൾ റീഡ് 1 ആണോ റീഡ് 0 ആണോ എന്ന് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മൾ ഈ ഹൈ വാല്യൂവിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ഇൻ വി ഔട്ട് വിച്ച് ഈസ് ആക്ച്വലി ഡയറക്ട്ലി കണക്റ്റഡ് ടു ദ ബിറ്റ് ലൈൻ, ഡാറ്റ ഓട്ടോമാറ്റിക്കലി റിട്ടേൺ ടു ഡിസ്ട്രക്റ്റീവ് റീഡ്. അപ്പം നമുക്ക് ഈ റീഡ് ചെയ്ത് 1 ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, സപ്പോസ് ഞാൻ എക്സാമ്പിളാണ് പറഞ്ഞത്, റീഡ് ചെയ്ത് 1 ആണെങ്കിൽ ഈ വി ഇനും വി ഔട്ടും പിന്നെയും എങ്ങോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ബിറ്റ് ലൈനിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതിനെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും? റീറൈറ്റ് ചെയ്യാൻ പറ്റും. അതിലേക്ക് വീണ്ടും ഈ ഹൈ വാല്യൂ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് ആ കപ്പാസിറ്റർ വീണ്ടും ചാർജ് ആവുകയും എന്ത് ചെയ്യും? വി ക്യാൻ ഏബിൾ ടു റീറൈറ്റ് ദാറ്റ് ഡാറ്റ അഗെയിൻ. അപ്പം ഇതാണ് ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്. ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ഡിഫറൻഷ്യൽ സെൻസ് ആംപ്ലിഫയറിന്റെ കൺസെപ്റ്റ് ഇതാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കേണ്ടുള്ളൂ ഇതിനകത്ത്. എന്താണ് ഒരു ബിറ്റ് ലൈനിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് എന്താണ് മറ്റേതിനേക്കാൾ കൂടുതലാണ് എങ്കിൽ ആ വോൾട്ടേജ് ഡിഫറൻസ് മൂലം ഒരു ട്രാൻസിസ്റ്റർ ഓൺ ആവുകയും മറ്റേ ട്രാൻസിസ്റ്റർ ഓഫ് ആവുകയും ചെയ്യും. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ ഏബിൾ ടു എന്താണ് വി ക്യാൻ ഏബിൾ ടു ഡിറ്റക്ട് ദാറ്റ് വാല്യൂ. അപ്പോൾ ഇത് സപ്പോസ് VDD ഇത് ഓൺ ആയി. ഇനിയിപ്പോൾ നേരെ തിരിച്ചാണെങ്കിൽ നിങ്ങൾ നോക്കുക, ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് വർക്കിംഗ് എങ്കിൽ നോക്കുക, ഇത് ബിറ്റ് ലൈൻ, ഇത് ബിറ്റ് ബാർ ലൈൻ. അപ്പം ബിറ്റ് ലൈനിന് വാല്യൂ കുറവാണ്, ബിറ്റ് ബാർ ലൈനിൽ വാല്യൂ കൂടുതലാണ്. ഓക്കെ, സപ്പോസ് ദിസ് ഈസ് ഹൈ ആൻഡ് ദിസ് ഈസ് ലോ. സപ്പോസ് ദിസ് ഈസ് ലോ ആൻഡ് ദിസ് ഈസ് ഹൈ. അതായത് ബിറ്റ് ബാർ ലൈനിലാണ് കുറച്ച് കൂടുതൽ. അപ്പോൾ ഇത് ലോ ആണ്, ബിറ്റ് ലൈനിലെ ലോ ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്ക് അതിനനുസരിച്ച് എന്ത് സംഭവിക്കും? ഏത് ട്രാൻസിസ്റ്റർ ആയിരിക്കും ഓൺ ആകുക എന്ന് നോക്കാം. ഇത് ലോ ആണെങ്കിൽ ദിസ് ട്രാൻസിസ്റ്റർ ബിക്കം ഓഫ് ആൻഡ് ദിസ് ട്രാൻസിസ്റ്റർ ബിക്കം ഓൺ. ഓക്കെ, അതുപോലെ തന്നെ ഇത് ലോ ആണെങ്കിൽ ദിസ് ട്രാൻസിസ്റ്റർ ബിക്കം ഓൺ, ദിസ് ട്രാൻസിസ്റ്റർ ബിക്കം ഓഫ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ നമുക്ക് ഈ SAN എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ദിസ് ട്രാൻസിസ്റ്റർ ഓൺ ആകും. Therefore we can able to say എന്താണ് ഇതിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ SA ഇത് ഓൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് ആക്ച്വലി കണക്റ്റഡ് ടു ഗ്രൗണ്ട്. ദാറ്റ് മീൻസ് ദിസ് വാല്യൂ വിച്ച് വിൽ ബിക്കം 0 ആവും. ഓക്കെ, ഇത് എങ്ങോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഇത് ഓണും ആണെങ്കിൽ ഈ ലോ വാല്യൂ എപ്പോഴും എന്താവും? ലോ വാല്യൂ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കും. ഇത് ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്താൽ എന്താവും? ഇത് ഓൺ ആവും. പക്ഷേ ഈ ഹൈ വാല്യൂ എന്ന് പറയുന്നത് ബിറ്റ് ബാർ ലൈനിലാണുള്ളത്. ഇത് എങ്ങോട്ട് കണക്ട് ആകത്തില്ല? നമ്മളുടെ ഗ്രൗണ്ടിലേക്ക് കണക്ട് ആകത്തില്ല. ബിക്കോസ് ഇവിടെ ഒരു M2 എന്ന് പറഞ്ഞ ട്രാൻസിസ്റ്റർ ഓഫ് ആണ്. ഓക്കെ,
അപ്പം ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ ഓപ്പറേഷൻസ് നമുക്ക് പറയാം. നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ ഒരു ബിറ്റ് ലൈനും ബിറ്റ് ബാർ ലൈനിലും ഉണ്ടാകുന്ന ഈ സ്മോൾ വോൾട്ടേജ് വേരിയേഷൻസിനെ നമുക്ക് ഇവിടെ എന്ത് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റി? ഇത് ലോ വാല്യൂ ആണ് ഇതെന്നും ഇത് ഹൈ വാല്യൂ ആണെന്നും നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റി എന്നാണ് ഇതിൻ്റെ കാര്യം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ സെൻസ് ആംപ്ലിഫയർ യൂസ് ചെയ്തിട്ട്, ഡിഫറൻഷ്യൽ വോൾട്ടേജ് സെൻസ് ആംപ്ലിഫയർ യൂസ് ചെയ്തിട്ട് നമ്മൾ സെൻസ് ചെയ്യുന്നത്. എങ്ങനെ? ദിസ് ഈസ് ഐദർ 0 or 1 എന്ന് നമുക്ക് ഡിറ്റക്ട് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയിരുന്നോളൂ. അപ്പം പോസിറ്റീവ് ഫീഡ്ബാക്കിൻ്റെ എഫക്റ്റ് മൂലം വോൾട്ടേജ് സെൻസീവ് ആംപ്ലിഫയറിന് ഒരു ഹൈ ഡിഫറൻഷ്യൽ ഗെയിൻ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഈ ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് വോൾട്ടേജ് സെൻസ് ആംപ്ലിഫയറിനെ കുറിച്ച് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളോട് എന്താണ് വോൾട്ടേജ് സെൻസ് ആംപ്ലിഫയർ എന്നാണ് നോർമലായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളൂ. സെപ്പറേറ്റ് ആയിട്ട് എന്താണ് പോസിറ്റീവ് ഫീഡ്ബാക്ക്, എന്താണ് ബേസിക് ഡിഫറൻഷ്യൽ വോൾട്ടേജ് സെൻസ് ആംപ്ലിഫയർ ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷേ സെൻസ് ആംപ്ലിഫയർ നോർമലായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സെൻസ് ആംപ്ലിഫയർ പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ടൈപ്സ് എങ്ങനെയാണ്, എത്ര മാർക്കിനാണ് എന്നതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ടൈപ്സ്, അതുപോലെ തന്നെ അതിൻ്റെ കേസിൽ നമുക്ക് ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് സെൻസ് ആംപ്ലിഫയർ എന്നുള്ളതിനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് സെൻസ് ആംപ്ലിഫയറിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക, ഇല്ലെങ്കിൽ വീഡിയോ കണ്ടു നോക്കുക. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ഐഡിയ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ വിഷ്ണു ഉണ്ടോ അവിടെ? വിഷ്ണു നിങ്ങളെല്ലാം എത്ര പേര് ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ പോയാൽ എൻ്റെ കാര്യം എനിക്കറിയില്ല. ഓക്കെ, വിനയ് ഉണ്ടോ? വിനയ്? ഉണ്ട് സർ. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ഒന്നുകൂടെ പറയണോ? ക്ലിയർ ആവുന്നുണ്ട് സർ. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത്, നമ്മളിപ്പം മെമ്മറിയെ കുറിച്ചുള്ള കൺസെപ്റ്റ് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ കാണാൻ പോകുന്നത് പ്രോഗ്രാമബിൾ ലോജിക്കിനെ കുറിച്ചാണ്. ഓക്കെ, പ്രോഗ്രാമബിൾ ലോജിക്. അപ്പോൾ നിങ്ങൾക്ക് പണ്ട് ഡിഫറെൻറ്റ് പ്രോഗ്രാമബിൾ ലോജിക്കിനെ കുറിച്ച് നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ സീമോസ് ലോജിക്, അതായത് നിങ്ങൾ ലോജിക് സർക്യൂട്ട്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് പണ്ട്, അല്ലേ? അപ്പം ഈ സീമോസ് ലോജിക്ക് തന്നെ ഡിഫറെൻറ്റ് സീമോസ് ലോജിക്സ് വിച്ച് ഈസ് ആക്ച്വലി അവൈലബിൾ. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ലോജിക്, മൈക്രോ പ്രൊസസ്സർ ആൻഡ് മൈക്രോ കൺട്രോളർ ലോജിക്, പ്രോഗ്രാമബിൾ ലോജിക്, ആസിക്, ആപ്ലിക്കേഷൻ സ്പെസിഫിക് IC, അങ്ങനെ ഡിഫറെൻറ്റ് സീമോസ് ലോജിക്സ് വിച്ച് ഈസ് ആക്ച്വലി അവൈലബിൾ. ഓക്കെ, അപ്പം എന്താണ് പ്രോഗ്രാമബിൾ ലോജിക്ക് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പം അതിൻ്റെ ബേസിക്കായിട്ട് നമ്മൾ പറയുന്ന കാര്യമാണ്, സീമോസ് ലോജിക്കിനെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ലോജിക്കെന്നും മൈക്രോ പ്രൊസസ്സർ ആൻഡ് മൈക്രോ കൺട്രോളേഴ്സ് എന്നും നമ്മളുടെ പ്രോഗ്രാമബിൾ ലോജിക്കെന്നും ആപ്ലിക്കേഷൻ സ്പെസിഫിക് ICs എന്നും ഡിവൈഡ് ചെയ്തിരുന്നു. അപ്പം ഈ സ്റ്റാൻഡേർഡ് ലോജിക്കും ഈ മൈക്രോ പ്രൊസസ്സർ, മൈക്രോ കൺട്രോളർ, അതുപോലെ തന്നെ അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. മൈക്രോ പ്രൊസസ്സർ ആൻഡ് മൈക്രോ കൺട്രോളേഴ്സ് അത് പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം സീമോസ് ലോജിക്കിൻ്റെ അണ്ടറിലായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ പ്രോഗ്രാമബിൾ ലോജിക്കും ഇതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്, സീമോസ് ലോജിക്കിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ സ്പെസിഫിക് IC, അതായത് ഒരു സ്പെസിഫിക് ആപ്ലിക്കേഷന് വേണ്ടി നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ICs, അതും എന്താണ് സീമോസ് ലോജിക്ക് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ് ലോജിക് സർക്യൂട്ട്സ്. ഓക്കെ, സ്റ്റാൻഡേർഡ് ലോജിക് സർക്യൂട്ട്സ്. അപ്പം ഈ സ്റ്റാൻഡേർഡ് ലോജിക് സർക്യൂട്ട്സ് എന്ന് പറഞ്ഞാലും പ്രോഗ്രാമബിൾ ലോജിക് സർക്യൂട്ട്സും, ദാറ്റ് ഈസ് ആക്ച്വലി ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി സ്റ്റാൻഡേർഡ് ലോജിക് സർക്യൂട്ട്സ് ആൻഡ് പ്രോഗ്രാമബിൾ ലോജിക് സർക്യൂട്ട്സ്. അപ്പം നമുക്ക് സ്റ്റാൻഡേർഡ് ലോജിക് സർക്യൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ലോജിക്സ് ആണ്. അതായത് നമുക്ക് ഒരു സിംഗിൾ ഫംഗ്ഷൻ അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഫംഗ്ഷനെ നമുക്ക് ഒരു പ്രാവശ്യം ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളതാണ് നമുക്കറിയാം സ്റ്റാൻഡേർഡ് ലോജിക്കാണ് നമ്മളുടെ ട്രാൻസിസ്റ്റർ ലോജിക്, അല്ലേ? നമ്മൾ പണ്ട് ഇതിനകത്ത് പഠിച്ചിട്ടുണ്ട് TTL ലോജിക്. ഓക്കെ, അപ്പം സീമോസ് ലോജിക്. അപ്പോൾ നിങ്ങൾ ഡിഫറെൻറ്റ് ലോജിക് സർക്യൂട്ട്സിനെ കുറിച്ച്, സീമോസ് അല്ല TTL ലോജിക്സ് ഒക്കെ നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ ഈ സ്റ്റാൻഡേർഡ് ലോജിക് സർക്യൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം അത് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി കാൺട്ട് ഏബിൾ ടു എന്താണ് ചേഞ്ച് വി കാൺട്ട് ഏബിൾ ടു ചേഞ്ച്, അല്ലെങ്കിൽ വിത്ത് നോ പോസിബിലിറ്റി ഓഫ് ചേഞ്ചിങ് ദിസ് സ്റ്റാൻഡേർഡ് ലോജിക് ആഫ്റ്റർ defining this. Okay, that is actually considered as
സ്റ്റാൻഡേർഡ് ലോജിക് സർക്യൂട്ട്സ്. ബട്ട് ഇത് പ്രോഗ്രാമബിൾ ലോജിക് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് നമ്പർ ഓഫ് സ്റ്റാൻഡേർഡ് ലോജിക്സ് ചേർന്നിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാമബിൾ ലോജിക് ഉണ്ടായിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ എന്താണ് അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേരിയേഷൻസ് അതിനകത്ത് വരുത്താൻ പറ്റും. ചേഞ്ചിങ് നടത്തിയിട്ട് ഒരു പുതിയ പ്രോഗ്രാമബിൾ ലോജിക്കിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഹാർഡ്വെയർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൺഫിഗർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പം പ്രോഗ്രാമിംഗ് അറിയാമെങ്കിൽ വി ക്യാൻ ഏബിൾ ടു എന്താണ് ചേഞ്ച്. ദാറ്റ് ഈസ് ആക്ച്വലി ദ അഡ്വാൻറ്റേജ് ഓഫ് എന്താണ് പ്രോഗ്രാമബിൾ ലോജിക്. ഓക്കെ, പ്രോഗ്രാമബിൾ ലോജിക്കിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, നമുക്ക് അതിൻ്റെ പ്രോഗ്രാമിംഗ് അറിയാം എങ്കിൽ നമുക്ക് അതിനെ കോൺഫിഗർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പം ബേസിക്കായിട്ട് ഇത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒരു സ്റ്റാൻഡേർഡ് ലോജിക്കും ഒരു പ്രോഗ്രാമബിൾ ലോജിക്കും തമ്മിൽ ഉള്ള ഡിഫറൻസ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് ലോജിക്കിൻ്റെ കേസിൽ എന്താണ്, നമുക്ക് അതിനെ അത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ പ്രോഗ്രാമബിൾ ലോജിക്കിൻ്റെ കേസിൽ അതിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പം ഇത് നമ്മളുടെ പ്രോഗ്രാമബിൾ ലോജിക്കിനെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. അപ്പം ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് മേജർ ആയിട്ടുള്ള പ്രോഗ്രാമബിൾ ലോജിക് സർക്യൂട്ട്സ് എന്നുള്ളതിനെ കുറിച്ച് കാണുവാണെങ്കിൽ നമ്മൾ പ്രോഗ്രാമബിൾ ലോജിക്കിനെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. ദിസ് ഈസ് ആക്ച്വലി സിമ്പിൾ പ്രോഗ്രാമബിൾ സിംഗിൾ PLDs, പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസസിനെ നമ്മൾ PLDs എന്നാണ് പറയാം. ഓക്കെ, പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസ്. അപ്പം സിമ്പിൾ പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസ്, കോംപ്ലക്സ് പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസ് ആൻഡ് ഫീൽഡ് പ്രോഗ്രാമബിൾ ഗേറ്റ് അറേസ്. ഇങ്ങനെയാണ് നമ്മൾ എന്തിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, നമ്മളുടെ പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസസിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, സിമ്പിൾ പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസ്, കോംപ്ലക്സ് പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസ് ആൻഡ് ഫീൽഡ് പ്രോഗ്രാമബിൾ ഗേറ്റ് അറേസ്. ഓക്കെ, ദീസ് ആർ ദ ക്ലാസിഫിക്കേഷൻസ് ഓഫ് പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസ്. ഏതൊക്കെയാണ്, സിമ്പിൾ പ്രോഗ്രാമബിൾ, കോംപ്ലക്സ് പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസ് ആൻഡ് FPGA, അതായത് ഫീൽഡ് പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസ്. അപ്പം ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് സിമ്പിൾ പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസസിനെയാണ്. അപ്പം അതിൻ്റെ ബേസിക് ആയിട്ടുള്ള PLDs എന്താണ്, നമുക്കിത് പെട്ടെന്ന് പറഞ്ഞു നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ എൻ്റെ ഒരു ജസ്റ്റ് ഇൻട്രഡക്ഷൻ മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, എൻ്റെ ഒരു ഇൻട്രഡക്ഷൻ നിങ്ങൾക്ക് തരിക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് fixed function device in a specific logic function connected in IC package when it is purchased and never can be changed. In fixed function device, അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരു ഫിക്സഡ് ഫംഗ്ഷൻ ഡിവൈസസിൻ്റെ കേസിൽ, അതായത് നമ്മളൊരു ആൻഡ് ഗേറ്റ് അല്ലെങ്കിൽ നോർ ഗേറ്റ് അല്ലെങ്കിൽ എന്താണ് നോട്ട് ഗേറ്റ്, ഇവ നമ്മൾ അങ്ങനെയൊക്കെയുള്ള ലോജിക് ഫംഗ്ഷൻസ് ഒരു IC പാക്കേജിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ ആൻഡ് ഗേറ്റ് ആയിട്ട് മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ, ഓർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഓർ ഗേറ്റ് ആയിട്ട് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അപ്പം നമുക്ക് അങ്ങനെയുള്ള ഡിവൈസസിനെയാണ് നമ്മൾ എന്താണ് സ്റ്റാൻഡേർഡ് ലോജിക്ക് എന്നൊക്കെ നമ്മൾ പറയാം. പക്ഷേ വേറെ ഒരു കാറ്റഗറിയിൽ ഉള്ള ഡിവൈസസിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, അതിനെ കോൺഫിഗർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. യൂസറിന് എന്ത് ചെയ്യാൻ പറ്റും, പ്രോഗ്രാം ചെയ്യാം. അപ്പോൾ ഒരു പ്രാവശ്യം മാത്രമല്ല, നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും വി ക്യാൻ ഏബിൾ ടു പ്രോഗ്രാം. ഓക്കെ, ദാറ്റ് ടൈപ്പ് ഓഫ് കാറ്റഗറി ഓഫ് ലോജിക് ഡിവൈസസ്, അതിനെയാണ് നമ്മൾ പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസസ് എന്ന് വിളിക്കുക. ദ ഡിവൈസ് വിച്ച് ക്യാൻ ബി എന്താണ് പ്രോഗ്രാമഡ് ബൈ യൂസർ, ഇൻ സം കേസസ് വിച്ച് ക്യാൻ ബി റീപ്രോഗ്രാമഡ് മെനി ടൈംസ്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഒരു ഡിവൈസസിനെയാണ് എന്താണ് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന ഡിവൈസസിനെയാണ് നമ്മൾ എന്ത് പറയുക, പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസസ് എന്ന് വിളിക്കുക. ഓക്കെ, പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസസ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ, എന്താണ് പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസ്? പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, പ്രോഗ്രാമബിൾ, പ്രോഗ്രാം ചെയ്യാൻ പറ്റും. എന്താണ് അങ്ങനെയുള്ള ലോജിക് ഡിവൈസസിനെയാണ് നമ്മൾ പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസ് എന്ന് വിളിക്കുക. അപ്പം ഇതിൻ്റെ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് എന്ന് നിങ്ങൾക്കറിയാം. നമുക്ക് ഇതിൻ്റെ കേസിൽ മെനി മോർ ലോജിക് സർക്യൂട്ട്സ് ക്യാൻ ബി സ്റ്റഫ്ഡ് ഇൻ ടു മച്ച് സ്മോളർ ഏരിയ വിത്ത് PLDs. അപ്പം നമുക്ക് ലോജിക് സർക്യൂട്ട്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റഫ്ഡ് ഇൻ ടു എ മച്ച് സ്മോളർ ഏരിയയിൽ നമുക്ക് അതിനെ കോമ്പാക്റ്റ് ആയിട്ട് ഡിസൈൻ ചെയ്യാൻ നമുക്ക് പറ്റും. അതുപോലെ തന്നെ ലോജിക് ഡിസൈനിനെ നമുക്ക് ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. എങ്ങനെ, അതായത് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ റീവയറിങ് അല്ലെങ്കിൽ റീപ്ലേസിങ് കമ്പോണൻസ് വെച്ചിട്ട് നമുക്ക് ഈ ചില PLDsൽ നമുക്ക്
നമുക്ക് ഒരു ലോജിക് ഡിസൈനെ വേറൊരു ലോജിക് ഡിവൈസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് നമുക്ക് ഇതിൻ്റെ കേസിൽ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വളരെ ഫാസ്റ്റായിട്ട് പറ്റുന്നുള്ളതാണ്. ഓക്കെ, പ്രോഗ്രാം ലാംഗ്വേജ് നമുക്ക് പ്രോഗ്രാം ലാംഗ്വേജ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പം ഇവിടെ ഒരു ബേസിക് ഐഡിയ ആയിട്ട് നമ്മൾക്കിവിടെ കാണിച്ചിരിക്കുന്നത്, നമുക്ക് ഒരു PLAയുടെ കേസിൽ വി ക്യാൻ ഏബിൾ ടു സേ ഒരു എ ബാർ ബി ബാർ ആൻഡ് ആർ ഓർ ഇങ്ങനെയാണ് നമ്മൾ അറിയാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും വി ക്യാൻ ഏബിൾ ടു പ്രോഗ്രാം ബൈ ഫ്യൂസസ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ, നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഫ്യൂസസ് യൂസ് ചെയ്തിട്ടുണ്ട്. ബൈ യൂസിങ് ദിസ് ഫ്യൂസസ് വി ക്യാൻ ഏബിൾ ടു പ്രോഗ്രാം ദിസ്. ഓക്കെ, ഇത് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻഡിൽ നിന്നുള്ള ഔട്ട്പുട്ട് എങ്ങോട്ട് വരുന്നു, ഈ O1. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ഔട്ട്പുട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യണം. ഇതൊക്കെ നിങ്ങൾ നേരത്തെ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അപ്പം ഇത് എന്ന് പറഞ്ഞാൽ എ ബാർ ബി ബാർ എന്നുള്ളതാണിത്. ഇതെന്താണ്, എ ബാർ ബി എന്നാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. ഇതിൻ്റെ ഔട്ട്പുട്ട് എ ബി എന്നാണ് ഔട്ട്പുട്ട്. ഇത് എ ബി ബാർ ആണ്. ഓക്കെ, ഇത് എ ബി. അപ്പം ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? O1 എന്ന് പറയുന്നത് 3 കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എ ബാർ ബി ബാർ പ്ലസ് എ ബാർ ബി പ്ലസ് എ ബി ബാർ പ്ലസ് എ ബി എന്ന് നമുക്ക് എഴുതാം. എല്ലാം ഇങ്ങനെ കണക്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ O1ഉം O2ഉം O3യും നമുക്ക് ഡിഫറെൻറ്റ് വേസിൽ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഏതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് PLDs ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിമ്പിൾ പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസ് SPLD എന്ന് പറയും. കോംപ്ലക്സ് പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസിനെ CPLD എന്ന് പറയും. അതുപോലെ തന്നെ ഫീൽഡ് പ്രോഗ്രാമബിൾ ഗേറ്റ് അറേസിനെ നമ്മൾ FPGA എന്ന് പറയും. ഓക്കെ, ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് PLDs ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഏതൊക്കെയാണ്? സിമ്പിൾ പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസ്, കോംപ്ലക്സ് പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസ്, ഫീൽഡ് പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ പ്രോഗ്രാമബിൾ, കോംപ്ലക്സ് പ്രോഗ്രാമബിൾ ആൻഡ് ഫീൽഡ് പ്രോഗ്രാമബിൾ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് സിമ്പിൾ പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസസിനെ കുറിച്ചാണ്. അപ്പം പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം, സിമ്പിൾ പ്രോഗ്രാമബിൾ, അതായത് സിമ്പിളായിട്ട് പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന, സിമ്പിൾ അതായത് നമ്മൾ കോംപ്ലക്സ് അല്ലാതെ അധികം സിമ്പിൾ സർക്യൂട്ട്സ് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന ഡിവൈസസിനെയാണ് നമ്മൾ സിമ്പിൾ പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസസ്. അപ്പോൾ ഇതിൻ്റെ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അപ്പം നമുക്ക് ലീസ്റ്റ് കോംപ്ലക്സ് ഫോം ഓഫ് PLDsനെയാണ് നമ്മൾ എന്ത് പറയുക, സിമ്പിൾ പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസ് നമ്മൾ പറയാം. അപ്പം ഇതിൻ്റെ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇറ്റ് ക്യാൻ ബി ടിപ്പിക്കലി റീപ്ലേസ്ഡ് ബൈ സെവറൽ ഫിക്സഡ് ഫംഗ്ഷൻസ്, സ്മോൾ സ്കെയിൽ ഇൻ്റഗ്രേഷൻ ഓർ മീഡിയം സ്കെയിൽ ഇൻ്റഗ്രേഷൻ ഡിവൈസസ് ആൻഡ് ദെയർ കണക്ഷൻസ്. അപ്പം ഒരു സിമ്പിൾ പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസസിനെ നമുക്ക് ഏതുകൊണ്ട് റീപ്ലേസ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നത്, ഒരു ഫിക്സഡ് ഫംഗ്ഷൻ ആയിട്ടുള്ള സിമ്പിൾ സ്മോൾ സ്കെയിൽ ഇൻ്റഗ്രേഷനോ അല്ലെങ്കിൽ മീഡിയം സ്കെയിൽ ഇൻ്റഗ്രേഷനും അതിൻ്റെ കണക്ഷനും കൊണ്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാം. അതായത് അത്രയും കോംപ്ലക്സ് അല്ല എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ എത്ര പിൻസ് ഉണ്ട് മാക്സിമം? പാക്കേജ് 24 to 28 പിൻസ് ആണ്. ഇത് IC തന്നെയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു IC തന്നെയാണിത്. അപ്പോൾ ICക്ക് എത്ര പിൻ ഉണ്ടെന്ന് പറയുന്നത് 24 to 28 പിൻസ് ആണ്. അതുപോലെ തന്നെ ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് SPLDs? നിങ്ങൾ കേട്ടിട്ടുള്ള SPLDs തന്നെയാണ്. ഏതൊക്കെയാണ്? PAL കേട്ടിട്ടില്ലേ? പ്രോഗ്രാമബിൾ അറേ ലോജിക്, ജനറിക് അറേ ലോജിക് GAL, പിന്നെ പ്രോഗ്രാമബിൾ ലോജിക് അറേ, അതുപോലെ തന്നെ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി. ദീസ് ആർ ദ ഫ്യൂ എക്സാമ്പിൾസ് അല്ലെങ്കിൽ ഫ്യൂ കാറ്റഗറീസ് ഓഫ് SPLDs. ഓക്കെ, ഏതൊക്കെയാണ്? PAL, PLA, GAL, ഓക്കെ. അപ്പം പ്രോഗ്രാമബിൾ അറേ ലോജിക്, പ്രോഗ്രാമബിൾ ലോജിക് അറേ, അതുപോലെ തന്നെ ജനറിക് അറേ ലോജിക്, പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി. ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഡിഫറെൻറ്റ് SPLDs ആണ് നമുക്ക് അവൈലബിൾ ആയിട്ട് ഉള്ളത്. ഓക്കെ, ഏതൊക്കെയാണെന്ന് മനസ്സിലായി കാണും. PAL, GAL, PLA, PROM. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ബേസിക് ആയിട്ടുള്ള ഐഡിയ നമുക്ക് തരാം. പിന്നെ അതിനു മുമ്പ് നമുക്ക് CPLDsനെ കുറിച്ച് കാണാം. CPLDs എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസസ് ആണ്. അപ്പം നമ്മൾ SPLD എന്ന് പറയുന്നത് സിമ്പിൾ പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസസ് ആണ്. അതിൻ്റെ കേസിൽ 24 to 28 പിൻസ് ആണ് ഉള്ളത്. അതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് PALഉം PLAയും GALഉം PROM ഒക്കെ നമ്മൾ പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് CPLDs ആണ്. അപ്പം CPLDs എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്
മച്ച് ഹയർ ദാൻ ദ SPLDs ആണ്. സിമ്പിൾ പ്രോഗ്രാമബിൾ ഡേറ്റ് അറേയേഴ്സേക്കാളും കുറച്ചും കൂടി കപ്പാസിറ്റി കൂടിയതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മോർ കോംപ്ലക്സ് ലോജിക് സർക്യൂട്ട്സിനെ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും ഇതിനകത്ത്. അപ്പോൾ ഇതിൻ്റെ കേസിൽ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു CPLD എന്ന് പറയുന്നത് 2 തൊട്ട് 24 SPLDs ചേരുന്നത് പോലെയാണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള CPLDs എന്ന് പറയാം. അപ്പം അത്രയും അത്രയും കോംപ്ലക്സ് അല്ലെങ്കിൽ അത്രയും വലുതാണ് അതിൻ്റെ കപ്പാസിറ്റി കമ്പയർഡ് ടു SPLDs. അതിൻ്റെ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 44 to 160 പിൻസ് വരെ ഇതിനുണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കേസിൽ 24 to 28 പിൻസ് ആണ് എങ്കിൽ നമുക്ക് 44 to 160 പിൻസ് പാക്കേജസ് ആണ് നമുക്ക് ഇതിനകത്തുള്ളത്, നമ്മളുടെ CPLDസിനുള്ളത്. അപ്പം നമുക്ക് സെവറൽ ഫോംസ് ഓഫ് CPLDs അവൈലബിൾ ആയിട്ടുണ്ട്. അതിൻ്റെ പ്രോഗ്രാം കേപ്പബിലിറ്റിയോ അല്ലെങ്കിൽ അതിൻ്റെ കോംപ്ലക്സിറ്റിയോ ബേസ് ചെയ്തിട്ട് നമുക്ക് ഡിഫറെൻറ്റ് CPLDs അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇതിനെ ബേസിക്കായിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു 84 പിന്ന് PLCC പാക്കേജാണ്. അതുപോലെ തന്നെ 128 പിന്ന് PQFP പാക്കേജ്. ഇങ്ങനെ ഡിഫറെൻറ്റ് CPLDs നമുക്ക് അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നമ്മളിപ്പോൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ വിട്ടുപോകരുത്. പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസസിനെ കുറിച്ചാണ്. അതിനകത്ത് സിമ്പിൾ പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ PAL, GAL, PROM, അതുപോലെ തന്നെ നമ്മൾ PLA ഇതൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് CPLDസിനെ കുറിച്ചാണ്. CPLDയും നമ്മളുടെ SPLDയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചും കൂടി കോംപ്ലക്സ് ആണ്. ഏകദേശം 44 to 160 പിൻസ് ഇതിനകത്ത് അവൈലബിൾ ആണ് നമ്മളുടെ CPLDസിൻ്റെ കേസിൽ അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾക്ക് ഏറ്റവും കപ്പാസിറ്റി കൂടിയതാണ് നമ്മൾ കാണുന്നത്. അത് FPGA എന്ന് പറയും, ഫീൽഡ് പ്രോഗ്രാമബിൾ ഗേറ്റ് അറേസ് എന്ന് പറയും. അപ്പം ഈ CPLDയിൽ നിന്നും FPGAയിൽ നിന്നും CPLDയിൽ നിന്നും SPLDയിൽ നിന്നുള്ള ഡിഫറെൻറ്റ് ഫോം ഓഫ് ഒരു അറേ ലോജിക്കാണ് നമ്മളുടെ ഫീൽഡ് പ്രോഗ്രാമബിൾ ഗേറ്റ് അറേ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസസ് അല്ല ഇത്, ശരിക്കും പറഞ്ഞാൽ ഫീൽഡ് പ്രോഗ്രാമബിൾ ഗേറ്റ് അറേസ് എന്നാണ് പറയുക. അപ്പോൾ ഇതിൻ്റെ കേസിൽ ലോജിക് കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പം ഇതിൻ്റെ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറേ ഓഫ് എനിവെയർ ഫ്രം 64 to 1000 ലോജിക് ഗേറ്റ്സ് ഗ്രൂപ്പ്സ് ദാറ്റ് ആർ സംടൈംസ് കോൾഡ് ലോജിക് ബ്ലോക്സ്. അപ്പോൾ ഇതിൻ്റെ കേസിൽ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എത്ര ലോജിക് ബ്ലോക്സ് ഉണ്ട്? തൗസൻഡ്സ് ഓഫ് ലോജിക് ബ്ലോക്സ്. ഓക്കെ, നമ്മളിപ്പോൾ മെമ്മറിയുടെ ഒരു ലോജിക് സെൽ എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ തൗസൻഡ്സ് ഓഫ് ലോജിക് ബ്ലോക്സ് ചേർന്നിട്ടാണ് ഒരു FPGA ഉണ്ടായിരിക്കുന്നത്. ഫീൽഡ് പ്രോഗ്രാമബിൾ ഗേറ്റ് അറേ ഓഫ് ഗേറ്റ് എന്നാണ് നമ്മൾ നോർമലായിട്ട് നമ്മൾ ഗേറ്റ് അറേ എന്ന് പറയുക. FPGA കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, അറേ ഓഫ് ഗേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും നമ്പർ ഓഫ് തൗസൻഡ്സ് ഓഫ് ഗേറ്റ്സ് അല്ലെങ്കിൽ ലോജിക് ഗേറ്റ്സ് ചേർന്നിട്ടാണ് നമുക്ക് ഒരു ഫീൽഡ് പ്രോഗ്രാമബിൾ ഗേറ്റ് അറേസ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇതൊരു കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പം FPGA എന്ന് പറയുന്നത് നമുക്ക് 2 ടൈപ്പ് ഓഫ് ക്ലാസ്സസ് ആണ് നമുക്കുള്ളത്. ഫൈൻ ഗ്രെയിൻഡും അതുപോലെ തന്നെ കോഴ്സ് ഗ്രൈൻഡ് FPGAs ഉണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ കേസിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ കേസിൽ പിൻസ് നമുക്ക് നേരത്തെ പോലെ അല്ല, തൗസൻഡ്സ് പിൻസോ അതിൽ കൂടുതലോ ഏതിൻ്റെ കേസിലുണ്ട്, FPGAയുടെ കേസിലുണ്ട്. അപ്പോൾ അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സർക്യൂട്ട്സ് ആണ് അല്ലെങ്കിൽ ഗേറ്റ് അറേസ് ആണ്, ഒരു PLD ആണ് നമ്മളുടെ FPGA എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പം ഒരു PLDയുടെ കേസിൽ നമുക്ക് പ്രോഗ്രാമിംഗ് ഒക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾ നോർമലായിട്ട് നിങ്ങൾ ചെയ്യുന്ന പ്രോഗ്രാമിംഗ് എങ്ങനെയാണെന്ന് അറിയാം. നിങ്ങൾ നോർമലായിട്ടുള്ള ഒരു നമ്മളുടെ ഓർഡിനോ പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് ഒരു PLDയിൽ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം PLDയുടെ കേസിൽ ഇത് ഞാൻ ജസ്റ്റ് ബേസിക്കായിട്ട് പറയുന്നതാണ്. ഇതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ PLDs കേസിൽ നമുക്ക് ഡിഫറെൻറ്റ് മാനുഫാക്ചേഴ്സ് PLDസിൻ്റെ കേസിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം PLD പ്രോഗ്രാം സോഫ്റ്റ്വെയർസ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്കിപ്പം ഒരു FPGAയുടെ പ്രോഗ്രാമിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമറാണ് സൈലിങ്സ് എന്ന് പറയുന്ന ഒരു FPGA പ്രോഗ്രാമിംഗ്. അതായത് നമ്മൾ VLSIയിൽ നമ്മൾ നോർമലായിട്ട് പ്രോഗ്രാം ചെയ്യുന്നത് സൈലിംഗ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ PLD പ്രോഗ്രാമിന് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഡിഫറെൻറ്റ് PSpice, എബൽ, പിന്നെ ഓർക്കാഡ് അല്ലെങ്കിൽ ഇങ്ങനെ ഡിഫറെൻറ്റ് സോഫ്റ്റ്വെയർസ് നമുക്ക് അവൈലബിൾ ആണ്. ഈ പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് നമ്മൾ കോഡിങ് ചെയ്തിട്ട് ആ കോഡിങ്ങിൽ കോഡ് സിമുലേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, നമുക്കൊരു ബിറ്റ് ഫയൽ കിട്ടും. ഓക്കെ, ഒരു ബിറ്റ് ഫയൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ബിറ്റ് ഫയൽ നമ്മൾ എങ്ങോട്ട് ചെയ്യുന്നു, ഒരു പ്രോഗ്രാമർ യൂസ് ചെയ്തിട്ട് PLD പ്രോഗ്രാമർ യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങോട്ട് ചെയ്യുന്നു, നമ്മളുടെ
ഈ FPGA അല്ലെങ്കിൽ നമ്മളുടെ PLDസിലേക്ക് നമ്മൾ ഈ ബിറ്റ് ഫയലിനെ കോപ്പി ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഇവിടെ ഒരു പ്രോഗ്രാമിംഗ് നടത്തുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ കൂടുതലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഇവിടെ നമ്മൾ ഒരു സിമ്പിൾ പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, നമ്മൾ ആദ്യമായിട്ട് ബേസിക് ആയിട്ട് ഒന്ന് ജസ്റ്റ് ഓവർവ്യൂ ആണ് നമുക്ക് ഒന്ന് പറഞ്ഞു പോകുന്നത്. PLDസിനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരു സിമ്പിൾ പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസസിനെ കുറിച്ചാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ ഇതിൻ്റെ കേസിൽ നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ടാവും PLAയും PLDയും ഒക്കെ തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടാവും. PLD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ PLA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാമബിൾ ആയിട്ടുള്ള ആൻഡ് അതുപോലെ തന്നെ പ്രോഗ്രാമബിൾ ആയിട്ടുള്ള ഓറുമാണ് ഇതിൻ്റെ കേസിലുള്ളത്, PLAയുടെ കേസിലുള്ളത്. അതായത് PLA എന്ന് പറയുമ്പോൾ പ്രോഗ്രാമബിൾ ആൻഡ് പ്രോഗ്രാമബിൾ ഓർ. ബട്ട് ഇൻ ദ കേസ് ഓഫ് PAL, ഓക്കെ, നമുക്ക് പ്രോഗ്രാമബിൾ ആൻഡ് ആണ്. ഈ സെൻട്രലുള്ള ആൻഡ് PA മാത്രമാണ് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റുക. പക്ഷേ ഓർ എന്ന് പറയുന്നത് പ്രോഗ്രാമബിൾ അല്ല ഇതിൻ്റെ കേസിൽ, PALൻ്റെ കേസിൽ. PLAയുടെ കേസിൽ ബോത്ത് ആർ പ്രോഗ്രാമബിൾ, ബട്ട് PAL ആൻഡ് ഓൺലി പ്രോഗ്രാമബിൾ. ഓക്കെ, ദാറ്റ് ഈസ് സെയിം ഇൻ ദ കേസ് ഓഫ് GAL ഓൾസോ. ആൻഡ് പ്രോമിൻ്റെ കേസിൽ നമുക്ക് എന്താണ്, ആൻഡ് വിച്ച് ഈസ് ആക്ച്വലി ഫിക്സഡ് ബട്ട് ഓർ വിച്ച് ഈസ് ആക്ച്വലി പ്രോഗ്രാമബിൾ. അപ്പോൾ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ഇതൊക്കെ നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുള്ളതെന്ന് ഞാൻ വിചാരിക്കുന്നു. PLD ലോജിക് കപ്പാസിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 20 ഗേറ്റ്സ് SPLD SASൽ. അപ്പോൾ നിങ്ങൾ അൾട്ടേറ CPLD എന്ന് പറയുന്നത്, CPLDയും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പ്രോഗ്രാം ചെയ്യാൻ വരുന്ന അൾട്ടേറ ഫ്ലെക്സ് എന്ന് പറയുന്നതും സൈലിങ്സ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർസ് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കേസിൽ FPGAയുടെ കേസിൽ സൈലിങ്സ് വെർട്ടെക്സ് C എന്ന് പറയുന്ന സൈലിങ്സ് ഉണ്ട്. സ്പാർട്ടൻ എന്ന് പറയുന്നതും അൾട്ടേറയും നമുക്ക് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ കേസിൽ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർസ് ആണ്, നിങ്ങൾക്ക് നോക്കിയാൽ സെർച്ച് ചെയ്തൊക്കെ കാണാൻ പറ്റും. അപ്പം ഇവിടെ നമുക്ക് ബേസിക്കായിട്ട് ഒരു പ്രോഗ്രാമബിൾ സിമ്പിൾ പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസസിനെ കുറിച്ചാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു, പ്രോം എന്ന് പറയുന്നത് ഫിക്സഡ് ആയിട്ടുള്ള ആൻഡ് ഗേറ്റും ആൻഡ് പ്രോഗ്രാമബിൾ ആയിട്ടുള്ള ഓറുമാണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് PAL പ്രോഗ്രാമബിൾ ആൻഡ് ഫിക്സഡ് ഓർ. ബട്ട് ഇൻ ദ കേസ് ഓഫ് എന്താണ് PLA എന്താണ്, പ്രോഗ്രാമബിൾ ആൻഡ് പ്രോഗ്രാമബിൾ ഓർ. അപ്പോൾ ഇത് നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. PAL PLA പ്രോം ഇതൊക്കെ നിങ്ങൾ പണ്ടേ പഠിച്ചിട്ടുള്ളതാണ്. അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അറിയാം. ഒന്നുമില്ല, ജസ്റ്റ് ഫ്യൂസസ് ജസ്റ്റ് കണക്ഷൻ കൊടുത്താൽ മതി. പ്രോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഫിക്സഡ് ആയിട്ടുള്ള ആൻഡ് ഗേറ്റ് ആണ്, പക്ഷേ പ്രോഗ്രാമബിൾ ആയിട്ടുള്ള ഓർ ഗേറ്റ് ആണ്. ഓക്കെ, ഫിക്സഡ് ആയിട്ടുള്ള ആൻഡും പ്രോഗ്രാമബിൾ ആയിട്ടുള്ള ഓറും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആൻഡിൻ്റെ ഇൻപുട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫിക്സഡ് ആക്കി വെക്കും. ഓറിൻ്റെ ഇൻപുട്ടിൽ മാത്രമേ നമ്മൾ പ്രോഗ്രാം ചെയ്യുള്ളൂ ഇതിൻ്റെ കേസിൽ, പ്രോമിൻ്റെ കേസിൽ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പണ്ടേ പഠിച്ചിട്ടുള്ളതാണ്, നിങ്ങൾ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് പ്രോം എങ്ങനെ പ്രോഗ്രാം, ഇതൊക്കെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതൊന്നുമില്ല. പിന്നെ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് കാണിച്ചിരിക്കുന്നതാണ്. പിന്നെ നിങ്ങൾ പ്രോഗ്രാമബിൾ അറേ ലോജിക്കിൻ്റെ കേസിൽ നിങ്ങൾക്കറിയാം, ആൻഡ് മാത്രമേ പ്രോഗ്രാം ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമുക്കിപ്പം ഓർ എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇൻപുട്ട് സൈഡ് ആൻഡിൻ്റെ ഇൻപുട്ടിൽ മാത്രമേ നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ടുള്ളൂ, ജസ്റ്റ് കണക്ഷൻ നമ്മൾ കൊടുക്കുന്നുള്ളൂ. ഓർ എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, ഫിക്സഡ് ആണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്നതാണ്. ദിസ് ഈസ് നോട്ട് ഏബിൾ ടു പ്രോഗ്രാം. Okay, that type of is programmable array logic. But in the case of programmable logic array, എന്താണ്, which can be programmed both and or. അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റും, PLയുടെ കേസിൽ നമുക്ക് ഇൻപുട്ട് സൈഡിലും പ്രോഗ്രാം ചെയ്യാൻ പറ്റും, ഔട്ട്പുട്ട് സൈഡിലും നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് എവിടെയാണോ നമുക്ക് ആവശ്യമായിട്ടുള്ള കണക്ഷൻസ് ഉള്ളത് അവിടെ മാത്രം നമുക്ക് കണക്ഷൻ കൊടുത്തിട്ട് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അപ്പം അതാണ് ഏറ്റവും അഡ്വാൻറ്റേജ് ഏതിൻ്റെ, ഒരു പ്രോഗ്രാമബിൾ ബോത്ത് ആൻഡ് ഓർ വിച്ച് ഈസ് ആക്ച്വലി പ്രോഗ്രാമബിൾ ഇൻ ദ കേസ് ഓഫ് PLA. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യം ആയതുകൊണ്ട് ഞാനത് കൂടുതലൊന്നും പോകുന്നില്ല. ഇതൊന്നും അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉള്ളതൊന്നുമല്ല. ഇപ്പം നിങ്ങൾ കാണാൻ പറ്റും, ഇത് A+, ഓക്കെ, ഇതിപ്പോൾ ഏത് വെച്ചിട്ടാണ് PLA യൂസ് ചെയ്തിട്ട് നിങ്ങളോട് പ്രോഗ്രാം ചെയ്യുക. F0 = A+ BC B'(C'), F1 = AC' plus AB, F2 = B'(C' plus AB, and F3 = B'(C plus A. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഇതിൽ ആദ്യം തന്നെ നമുക്ക് ഓരോന്നും പ്രോഡക്റ്റ് ടൈംസ് എല്ലാം നമുക്ക് എടുക്കാം. AB is there, B'(C) is there, AC is there, B'(C) is there, A is there. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ കേസിൽ നമുക്ക്
പ്രൊഡക്റ്റ് ടൈംസ് എല്ലാം കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും ഇതിൻ്റെ കേസിൽ. ഓർ ഗേറ്റ് ആവുന്നതുകൊണ്ട് ഓർ പ്രോഗ്രാമുകൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഫ് നോട്ട് എന്ന് പറയുന്നത് എ പ്ലസ് ബി ഡാഷ് ആണ്, എ പ്ലസ് ബി ഡാഷ് സി എന്നാണ്. അപ്പോൾ അതുപോലെ തന്നെ എ ഉള്ള ടൈം വേറെയുണ്ട്, എഫ് ത്രീക്കും എന്തുണ്ട്, എ ഉണ്ട്. അപ്പോൾ എ നമ്മൾ ഈ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ബിക്കോസ് ദിസ് ഈസ് ആക്ച്വലി ഓർ വിച്ച് ഈസ് ആക്ച്വലി പ്രോഗ്രാമബിൾ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊന്നും അല്ല നമുക്ക് വേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾ ഒരു ബൈനറി ടു ഗ്രേ കോഡ് കൺവേർട്ടർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ പ്രോഡക്റ്റ് ടൈം കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങൾ ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇതിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. പ്രോഗ്രാമബിൾ എന്താണ് പി എൽ ഐയിലേക്ക് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഇതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള. ഇനിയിപ്പോൾ നമുക്ക് കാണാൻ പോകുന്നത് ഇതാണ്, ഞാൻ പറയാൻ പോകുന്നത് ഇതാണ് നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക്. അതിലേക്ക് ഞാൻ എത്തുമായിരുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയത്. ഇനിയിപ്പം മോസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പി എൽ എ. അപ്പം ഇതാണ് നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈം. ഇപ്പോൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടോ? 31 പേരായി. ഞാൻ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്താവുമെന്ന് എനിക്കറിയില്ല. ഓരോ സമയം കഴിയുന്നതോറും 31 പേരായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് മോസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പി എൽ എയെ കുറിച്ചാണ്. ഹൗ ക്യാൻ ബി ഇംപ്ലിമെൻ്റ് പി എൽ എ യൂസിങ് മോസ്. ഓക്കെ, മോസ് യൂസ് ചെയ്തിട്ട് നമുക്ക് പി എൽ എ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഇതുവരെ നിങ്ങൾക്ക് പഠിച്ചിട്ടുള്ള, നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുള്ള അതേ കാര്യമായതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ച് പോയത്. ഒരു ഇൻട്രഡക്ഷൻ എന്ന രീതിയിൽ പറഞ്ഞതാണ്. പക്ഷേ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബൈ യൂസിങ് മോസ് ഇംപ്ലിമെൻ്റ് പി എൽ എ. അപ്പം ഇതുവരെ നമ്മൾ കണ്ടത് എന്താണ്? ഒരു പി എൽ എ നമ്മൾ നോർമലായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നമുക്ക് ഈസിയാണ്. അല്ലെങ്കിൽ പി എൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ, ക്രോം യൂസ് ചെയ്തിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഈസിയാണ്. പക്ഷേ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബൈ യൂസിങ് മോസ് how can we implement a PLA? Okay. How can we implement a PLA using MOS? Okay, that we are going to see next. അപ്പോൾ ഇവിടെ നമ്മൾ കാണാൻ പറ്റും, we can see the question is what z1 is equal to, നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി എഴുതിയേക്കാം, എ ബി പ്ലസ് എ ഡാഷ് ബി ഡാഷ് സി. z2 is equal to എ ബി, z3 is equal to എ പ്ലസ് ബി ബാർ സി. ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. അപ്പം ഇതിനെ നമുക്ക് മോസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. നിങ്ങൾക്കറിയാം മോസ് എന്ന് പറഞ്ഞാൽ, മോസ് യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എ ബിയെ നമുക്ക് മോസ് യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമോ? എ ബി എന്നുള്ളത് നമുക്കറിയാം, മോസിൻ്റെ ഔട്ട്പുട്ട് എപ്പോഴും എന്താണ്? നോട്ടാണ് അല്ലേ? ഇൻവേർട്ടഡ് ഔട്ട്പുട്ടാണ് നമുക്ക് വരിക അല്ലേ? നമുക്ക് നോർ ഗേറ്റിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം, പക്ഷേ ഓർ ഗേറ്റിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പം നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ഒരു നോട്ട് ഗേറ്റിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് കിട്ടുള്ളൂ അല്ലേ? അപ്പോൾ എ ബി എന്നുള്ളതിനെ നമുക്ക്, അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? മോസ് ഇതിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ, മോസ് യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഡി മോർഗൻസ് തിയറം നമ്മൾ അപ്ലൈ ചെയ്യാം. എ ബി ഡബിൾ ബാർ ഇങ്ങനെ എടുത്താൽ എങ്ങനെ എഴുതാം? ഇതിൻ്റെ കേസിൽ എ ബാർ പ്ലസ് ബി ബാർ ഓൾ ബാർ അല്ലേ? ഇങ്ങനെ എഴുതത്തില്ലേ? എ ബിയെ നമുക്ക് എങ്ങനെ എഴുതാം? എ ബാർ പ്ലസ് ബി ബാർ ഓൾ ബാർ എന്ന് എഴുതാം. അതുപോലെ തന്നെ എ ബാർ ബി ബാർ സി എ എങ്ങനെ എഴുതാം? എ ബാർ ബി ബാർ സി എ നമുക്ക് എങ്ങനെ എഴുതാം? എ ബാർ ബി ബാർ സി എന്ന് പറയുന്നത് എ ബാർ ബി ബാർ സി ഡബിൾ ബാർ അല്ലേ? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? വി ക്യാൻ ഏബിൾ ടു റെപ്രസെൻറ്റ് എ പ്ലസ് ബി പ്ലസ് സി ബാർ ഓൾ ബാർ എന്ന് എഴുതാം അല്ലേ? ബിക്കോസ് നിങ്ങൾ ഇത് തിയറം നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഡബിൾ ബാർ നമ്മൾ കൊടുത്താൽ എങ്ങനെ എടുക്കാം? എ ഡബിൾ ബാർ എന്ന് പറഞ്ഞാൽ എ തന്നെയാണ്. നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, ഇതെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. എ ഡബിൾ ബാർ എന്ന് പറഞ്ഞാൽ എ ആണ്. എ ബി ഡബിൾ ബാർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇതിനെ എ ബാർ പ്ലസ് ബി ബാർ ഓൾ ബാർ എന്ന് എഴുതത്തില്ലേ? അത് തന്നെയാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ എ ബി ബാർ സി എന്നുള്ളതിനെ ഞാൻ എന്തെഴുതി? എ ബി ബാർ സി ഡബിൾ ബാർ എന്ന് എഴുതി. അതിനെ നമുക്ക് വീണ്ടും ഇത് ചെയ്ത് എഴുതുമ്പോൾ എന്തെഴുതും? എ ഡബിൾ ബാർ പ്ലസ് ബി ഡബിൾ ബാർ പ്ലസ് സി ബാർ ഓൾ ബാർ എന്ന് എഴുതാം. എ ഡബിൾ ബാർ എന്ന് പറഞ്ഞാൽ എ, ബി ഡബിൾ ബാർ എന്ന് പറഞ്ഞാൽ ബി പ്ലസ് സി ബാർ ഓൾ ബാർ എന്ന് എഴുതാം. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അടുത്തത് ബി ബാർ സി. ബി ബാർ സിയെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ബി ബാർ സി ഡബിൾ ബാർ. ഇതിനെ എങ്ങനെ എഴുതാം നമുക്ക്? ബി പ്ലസ് സി ബാർ ഓൾ ബാർ. ഓക്കെ, ബി പ്ലസ് സി ബാർ ഓൾ. അപ്പോൾ ഇത്രയും പ്രോഡക്റ്റ് ടൈംസ് ആണ് നമുക്കുള്ളത്. എ നമുക്ക് എങ്ങനെ എഴുതാം? എ നമുക്ക് എ ഡബിൾ ബാർ എന്ന് എഴുതാം.
എ ഡബിൾ ബാർ ആണ് എ. അതുകൊണ്ട് നമുക്കത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എഴുതേണ്ട കാര്യമില്ല. അപ്പം എ ബാറിനെ നമ്മൾ, അപ്പം ഇത് ഇത്രയും പ്രോഡക്റ്റ് ടൈംസ് ആണ് നമുക്കുള്ളത്. എ ബി ആണ്, എ ബി ഉണ്ട്, എ ബാർ ബി ബാർ സി ഉണ്ട്, പിന്നെ ബി ബാർ സി ഉണ്ട് അല്ലേ, ബി ബാർ സി ഉണ്ട്. ഇത് നമ്മൾ 4 പ്രോഡക്റ്റ് ടൈംസ് ചേർന്നിട്ടാണ് നമ്മളുടെ സർക്യൂട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്കറിയാം, എ ബിയെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എ ബിയെ നമുക്ക് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും? എ ബിയെ നമ്മൾ വി ക്യാൻ ഏബിൾ ടു ഇംപ്ലിമെൻറ്റ് മോസ്. ഇത് ശ്രദ്ധിക്കുക നിങ്ങൾ, ഇംപ്ലിമെൻറ്റ് യൂസിങ് മോസ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പി എൽ എ ആണ്. അപ്പം പി എൽ എ നമുക്ക് നോർമലായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഡയറക്റ്റായിട്ട് പറ്റും. ഡയറക്റ്റായിട്ടൊരു എ ബി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എയും ബിയും കണക്ട് ചെയ്യുക, പ്ലസ് നമ്മൾ നോർമലായിട്ട് ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? Z1 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എ ബി എഴുതുക, എ ബി ഇതെടുത്തിട്ട് എ ബാർ ബി ബാർ സി, എ ബാർ ബി ബാർ സി, ഇത് അടുത്ത പ്രോഡക്റ്റ് ടൈംസ്. ഓക്കെ, ഇത് രണ്ടും കൂടി എങ്ങോട്ട് കണക്ട് ചെയ്യണം? ഒരു ഓർ ഗേറ്റിലേക്ക് കണക്ട് ചെയ്താൽ നമുക്ക് എന്തായി? നമുക്ക് നോർമലായിട്ടുള്ള ഒരു ഗേറ്റായി. ഓക്കെ, അപ്പോൾ ഇത് നോർമലായിട്ട് ഇങ്ങനെയാണ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുക. നമ്മൾ നോർമലായിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് മോസ് യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ആൻഡ് എന്ന് പറയുന്ന സാധനം, എ ബി എന്ന് പറയുന്ന ആൻഡ് ഗേറ്റിലേക്ക് കൊടുക്കാൻ ആൻഡ് എന്ന് പറയുന്ന സാധനം നമ്മളുടെ മോസിലുണ്ടോ? ഇല്ല. നാൻഡ് ഉണ്ട്, പക്ഷേ ആൻഡ് ഇല്ല. ഇതുപോലെ തന്നെ 3 ഇൻപുട്ട് നാൻഡ് ഇവിടെ ഇല്ല. ഓർ ഗേറ്റ് ഒന്നും മോസിലില്ല. നമുക്ക് മോസ് യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കെല്ലാം നോറുണ്ട്, നാൻഡ് ഉണ്ട്, നോട്ടുണ്ട്. ഇത് മൂന്നും യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ? നമുക്ക് ഏത് ഇംപ്ലിമെൻറ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ നമ്മൾ എ ബി എന്നുള്ളതിന് പകരം എ ബാർ പ്ലസ് ബി ബാർ ഓൾ ബാർ, അതായത് എ ബാറും ബി ബാറും ഒരു നോർ ഗേറ്റിലേക്ക് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടി? എ ബി കിട്ടും. ദാറ്റ് ഈസ് സെയിം എഫക്റ്റ്. അപ്പം എ ബി എന്ന് പറയുന്നതിന് പകരം നമ്മൾ എന്ത് എഴുതി? എ ബി ഈസ് ഈക്വൽ ടു എ ബാർ പ്ലസ് ബി ബാർ ഓൾ ബാർ. ദാറ്റ് ഈസ് എ ബാറും ബി ബാറും which is actually given to a NOR gate, then we can get a bar plus b bar all bar. Okay, NOR gate, a bar plus b bar all bar. അപ്പം this is actually same as that of our AB. ഇനിയിപ്പോൾ നിങ്ങൾ നോക്കുക, എ ബാർ ബി ബാർ സിക്ക് പകരം നമുക്ക് എങ്ങനെ എഴുതാം? എ ബാർ ബി ബാർ സിക്ക് പകരം എ പ്ലസ് ബി, ഇവിടെ എ ബി C bar, which is actually given to the NOR gate, means we can get A bar B bar C. Okay, this is same, and this is actually then it is given to plus ആണ്. ഇത് വീണ്ടും നമ്മൾ ഒരു എങ്ങോട്ട് കൊടുക്കുന്നു? NOR ഗേറ്റിലേക്ക് കൊടുക്കുന്നു. വീണ്ടും NOR ഗേറ്റിലേക്ക് കൊടുത്താൽ എന്ത് കിട്ടും നമുക്ക്? ഇത് രണ്ടും കൂടി വീണ്ടും ഒരു NOR ഗേറ്റിലേക്ക് കൊടുത്താൽ എന്തായിരിക്കും സംഭവിക്കുക? We can able to get എന്താണ്? Z1 നമുക്ക് കിട്ടും, Z1 ബാർ കിട്ടും. അതായത് ഇതിനെ വീണ്ടും ആഡ് ചെയ്തിട്ട് അതിൻ്റെ ബാറാണ് നമുക്ക് കിട്ടുക. അപ്പം ഇതിനെ നമുക്ക് ഇതിലേക്ക് വീണ്ടും കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? ഇതിനെ വീണ്ടും ഇൻവേർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയും പ്രൊസീജിയർ ഉണ്ട് നമുക്ക് ഒരു നോർ ഗേറ്റിലേക്ക് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ പറഞ്ഞുതരാം. നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പറഞ്ഞുതരാൻ ബുദ്ധിമുട്ടില്ലായിരുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നമുക്ക് നമ്മളുടെ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത് നിങ്ങൾ നോക്കുക. നമ്മൾ ചെയ്യേണ്ടത് Z1 ഈസ് ഈക്വൽ ടു എ ബി പ്ലസ് എ ബാർ ബി ബാർ സി, Z2 ഈസ് ഈക്വൽ ടു എ ബി, Z3 ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ബാർ സി എന്നാണ്. അപ്പം Z1 എന്ന് പറയുന്നത് എ ബി പ്ലസ് എ ബാർ ബി ബാർ സി ആണ്, Z2 എന്ന് പറയുന്നത് എ ബി ആണ്, Z3 എന്ന് പറയുന്നത് എ പ്ലസ് ബി ബാർ സി ആണ്. അപ്പോൾ ഈ Z1 എന്നുള്ളതിനെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നമ്മൾ എ ബിക്ക് പകരം നമ്മൾ എന്താ കൊടുത്തത്? എ ബാർ ബി ബാർ, വിച്ച് ഈസ് ആക്ച്വലി ഗിവൺ ടു ദ NOR ഗേറ്റ്. ഓക്കെ, NOR ഗേറ്റ്. അപ്പോൾ എന്താ കിട്ടി? എ ബാർ പ്ലസ് ബി ബാർ ഓൾ ബാർ, ദാറ്റ് ഈസ് ആക്ച്വലി ഈക്വൽ ടു എ ബി കിട്ടി. അപ്പം എ ബി പ്ലസ് എ ബാർ ബി ബാർ സി. അപ്പം എ ബാർ ബി ബാർ സിക്ക് വരെ നമ്മൾ എന്താ എഴുതിയത്? എ പ്ലസ് എ ബാർ ബി ബാർ സിക്ക് വരെ നമ്മൾ ഇറ്റ് ഈസ് ഗിവൺ ടു ദ എ പ്ലസ് ബി പ്ലസ് സി, വിച്ച് ഈസ് ആക്ച്വലി ഗിവൺ ടു ദ NOR gate. Then we can get a plus b plus c bar, അല്ലേ? C bar all bar. This is actually equal to what?
എ ബാർ ബി ബാർ സി. ഓക്കെ, ഇത് സെയിം ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്ന പറഞ്ഞത്? ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? Z1 കിട്ടും. അപ്പോൾ ഈ Z1 എന്ന് പറയുന്നത് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് എന്താ മോസ്റ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ രണ്ടും ആഡ് ചെയ്യാൻ ഓർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? വിച്ച് ഈസ് ആക്ച്വലി ഗിവൺ ടു ദ നോർ ഗേറ്റ്. നോർ ഗേറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇപ്പം നമുക്ക് കിട്ടുന്നത് ഇതിൻ്റെ എ ബി പ്ലസ് എ ബാർ ബി ബാർ സി ഓൾ ബാർ എന്നാണ് കിട്ടുക. അപ്പം നമുക്ക് വേണ്ടത് എ ബി പ്ലസ് എ ബാർ ബി ബാർ സി ഓൾ ബാർ ആണോ? അല്ല. അപ്പം Z1 ബാർ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. Z1 ബാർ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ Z1 ആക്കാൻ എന്ത് ചെയ്യണം? ഇസ് അഗെയിൻ വിച്ച് ഈസ് ആക്ച്വലി ഗിവൺ ടു ദ നോട്ട് ഇൻവേർട്ടർ. ഇൻവേർട്ടറിലേക്ക് കൊടുത്താൽ എന്ത് കിട്ടും നമുക്ക്? ഇൻവേർട്ടർ എന്ന് പറയുന്ന ഫംഗ്ഷൻ മോസ്റ്റിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻവേർട്ടറിലേക്ക് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? Z1 കിട്ടും. ഇതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ അടുത്തത് Z2 ഈസ് ഈക്വൽ ടു എ ബി. ഇപ്പം എ ബി തന്നെയാണ് Z2 എന്ന് പറയുന്നത്. അപ്പം Z2-നെ നമ്മൾ വീണ്ടും എങ്ങോട്ട് കൊടുക്കുന്നു? ഒരു എ ബി ഡയറക്റ്റായിട്ട് നമുക്ക് കിട്ടണം. ഇപ്പോൾ എ ബി ഡയറക്റ്റായിട്ട് കിട്ടാൻ Z2 ഇങ്ങനെ എഴുതിയാലും മതി. ഇല്ലെങ്കിൽ ഈസ് ആക്ച്വലി അഗെയിൻ വിച്ച് ഈസ് ഗിവൺ ടു ദ നോർ ഗേറ്റ്. നോർ ഗേറ്റിൽ കൊടുത്തിട്ട് അതിനെ നോട്ട് ഗേറ്റിലേക്ക് കൊടുത്താൽ നമുക്ക് Z2 കിട്ടി. പിന്നെ Z3 കിട്ടണമെങ്കിൽ എ പ്ലസ് ബി ബാർ സി എന്നാണ്. അപ്പം എ പ്ലസ് ബി ബാർ സി. അപ്പം എ എന്ന് പറയുന്നതിന് നമുക്ക് ഡയറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? എ ബാറിനെ നമ്മൾ ഒരു ഇൻവേർട്ടറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ, എ ബാറിനെ ഒരു ഇൻവേർട്ടറിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? എ കിട്ടി. അപ്പം ദെൻ എ പ്ലസ് ബി ബാർ സി. ബി ബാർ സിയെ നമ്മൾ നേരത്തെ എങ്ങനെയാണ്? ബി ബാർ സി എന്ന് പറയുന്നതിനെ നമ്മൾ ബി പ്ലസ് സി ഓൾ ബാർ എന്നാണ്. അപ്പം ബി സി ബാർ വിച്ച് ഈസ് ആക്ച്വലി ഗിവൺ ടു ദ NOR gate, then B plus C bar all bar. Then it is given to the again a inverter NOR gate. Then we can get A plus B bar C എന്ന് കിട്ടി. ഇതിനെ നമുക്ക് ഓൾ ബാർ കിട്ടി. ഇതിനെ വീണ്ടും ഒരു നോട്ട് ഗേറ്റിലേക്ക് കൊടുത്താൽ മാത്രമേ നമുക്ക് A plus B bar C കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് കാണിച്ചേക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ ഇനി എന്ത് ചെയ്യണം? മോസിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. മോസ് അല്ല ഇത് ജസ്റ്റ് നോർ ഗേറ്റ് കാണിച്ചിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. ഇതിനെ നമ്മൾ ഇങ്ങനെയുള്ള സാധനത്തെ നമ്മൾ എന്ത് ചെയ്യണം? മോസിലേക്ക് ഇംപ്ലിമെൻറ്റ്